No, you will sit here and speak. I will speak there, but I won't sit on the chair. What? No, this is meant for you. Thank This you. is meant for you. We will start because he is taking rest. We will start the speech itself. So I think probably we will start. I will introduce you. Yeah. We will start the meeting itself. Okay, no, when music. Music, we will do it when Swamiji comes. Okay, fine. We will arrange it in between. Okay. Or else in between there will be a small break for you. I leave it to you. Om. സരസ്വതി വൈദിക ഗുരുകുലം കഴിഞ്ഞ 11-12 കൊല്ലമായി നടത്തുന്ന നരേന്ദ്രഭൂഷൺ സ്മാരക പ്രഭാഷണ പരമ്പരയിലെ ഒരു പ്രഭാഷണമാണ് ഇന്നിവിടെ ഇപ്പോൾ നടക്കേണ്ടത്. ഇതിൽ 2 കാര്യങ്ങളിലൂടെ ഇന്ന് ഈ പ്രോഗ്രാമിനകത്ത് ഉണ്ട്. ഒന്ന്, ഹരിഗോവിന്ദിൻ്റെ സോപാന സംഗീതത്തിൽ ഏതാനും ചില ഭാഗങ്ങൾ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കും. ഇവിടെ ഉണ്ട്. അതുകൂടാതെ കനേരി സ്വാമികൾ അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം എത്തിയാൽ ഉടനെ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി അദ്ദേഹത്തിൻ്റെ ചെറിയൊരു പ്രഭാഷണമുണ്ട്. 10 മിനിറ്റ് 20 മിനിറ്റുക്കുള്ള അദ്ദേഹം നമ്മളോടൊപ്പം കാണില്ല. അന്നേരം 20 മിനിറ്റിന് അദ്ദേഹം തിരിച്ചു പോകും. അതിനുശേഷം നമുക്ക് ഹരിഗോവിന്ദിൻ്റെ സോപാന സംഗീതവും കേട്ടിട്ട് വീണ്ടും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലേക്ക് തിരിച്ചു വരാം. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ഒരു സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമല്ല. പക്ഷേ അദ്ദേഹം മഹാരാഷ്ട്രയിലെ ലാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. INS വിക്രാന്തിൽ കമാൻഡർ ഇൻ ചീഫായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം ഇപ്പോൾ കേരളത്തിലെത്തിയത് കൊച്ചിയിൽ. ഇപ്പോൾ INSൻ്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിലെ സ്പെഷ്യൽ ഇൻവൈറ്റിയാണ് അദ്ദേഹം. ഇന്ന് 2 പ്രോഗ്രാം ഓൾറെഡി അടൂരിലും ചെങ്ങന്നൂരിലുമായിട്ട് നമ്മുടെ പ്രോഗ്രാമിലും ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നു. അദ്ദേഹം സകുടുംബമാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്. വളരെ നീണ്ട 1998 അദ്ദേഹം പെൻഷനാകുന്നത്. അന്ന് അദ്ദേഹം ആ ഷിപ്പിൻ്റെ പരമാധികാരിയായിരുന്നു. അവിടുന്നാണ് അദ്ദേഹം കമാൻഡർ പോസ്റ്റിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. ഇന്ന് നമ്മളോട് അദ്ദേഹം സംസാരിക്കുന്ന വിഷയം ഡിഫൻസ് സിസ്റ്റത്തിൽ നേവിക്ക് ഉള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ്. അത് അദ്ദേഹം യു വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി? യു വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? യാ, you can speak in English. Okay. So most probably Hindi may also be suit for the here, but more people will understand English. Okay, so fine. we will go for that. അദ്ദേഹം ഈ ഗുരുകുലത്തിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മളോട് അടുത്ത് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമുക്കെല്ലാം അറിയാം, ഗുരുകുലത്തിൻ്റെ സഹചാരിയായിട്ടുള്ള മുരളീധരൻ ഉണ്ണിത്താൻ, അദ്ദേഹം വഴിയാണ് ഈ ഗുരുകുലമായിട്ട് ഇവരെല്ലാം ബന്ധപ്പെടുന്നത്. കനേരി മഠം എന്ന് പറയുന്നത് മധ്യ ഭാരതത്തിലെ ഏറ്റവും വലിയ മഠങ്ങളിലൊന്നാണ്. കനേരി സിദ്ധാശ്രമം എന്ന് പറയും. അത് സിദ്ധഗിരി എന്നാണ് ആ ആശ്രമത്തിൻ്റെ പേര്. ഇവിടെ പോയിട്ടുണ്ട്, ബാലഞ്ചേട്ടനൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? സജി, പോയ പലരും ഇവിടെ ഉണ്ട്. അത് നമുക്കറിയാം. അദ്ദേഹം 2-3 ഗ്രാമങ്ങൾ, നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഗ്രാമം തന്നെ 2 ഡിസ്ട്രിക്റ്റൊക്കെ കാണും. അത്ര വലുപ്പത്തിലുള്ള ഗ്രാമങ്ങളിൽ 2 ഗ്രാമങ്ങൾ ചേർന്ന സ്ഥലം മുഴുവനായിട്ട് തന്നെ ഈ മഠത്തിൻ്റെ കീഴിലുള്ള ഇതാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തുന്നത്. മാതാ അമൃതാനന്ദമയ്യെ പോലൊക്കെ വലിയ സ്ഥാപനങ്ങൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഗോശാലകൾ, വലിയ വലിയ സ്ഥാപനങ്ങൾ ഒക്കെ നടത്തുന്ന മഠമാണത്.
ആ മഠത്തിൻ്റെ അധിപതിയാണ് ഈ കാടസിദ്ധേശ്വര സ്വാമികൾ. അദ്ദേഹം നമ്മളോട് ഒപ്പം വരുന്നു. അദ്ദേഹം നമ്മളിവിടെ എത്തുമ്പോൾ നമുക്ക് വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്തത്. സത്യത്തിൽ ഇദ്ദേഹം മിനിങ്ങാന്നാണ് വന്നത്. ഡേ ബിഫോർ യെസ്റ്റർഡേ UK. 2-3 ദിവസമായുള്ളൂ അദ്ദേഹം ഇവിടെ എത്തിയിട്ട്. ഇന്ന് കനേരി മഠത്തിൻ്റെ കേരളത്തിലെ ഉള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ന് അടൂർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാം അവിടെയായിരുന്നു. ആ പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അന്നേരം ഇവിടെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റിമറിച്ചിട്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട്, എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട്. അന്നേരം ഇതിങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മളത് വളരെ പെട്ടെന്ന് ചെയ്യേണ്ടത് കൊണ്ട് പെട്ടെന്ന് വിളിച്ചു. കുറച്ച് പേരെ അറിയിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് രാവിലെയാണ് ടീച്ചറിനെയൊക്കെ വിളിച്ച് പറഞ്ഞത്. ഓക്കെ, യജ്ഞത്തിൻ്റെ കാര്യങ്ങളെല്ലാം അന്നേരം അങ്ങനെ അറേഞ്ച് ചെയ്തു. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്കൊന്ന് ശ്രവിക്കാം. ആ പ്രഭാഷണത്തിനിടയ്ക്ക് ഒരു സ്വാമിജി എത്തുന്നുവെങ്കിൽ അത് സ്വാമിജിയെ സ്വീകരിക്കും. അദ്ദേഹത്തെ വന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം കൂടെ കേട്ട ശേഷം വീണ്ടും പ്രഭാഷണം ആരംഭിക്കുകയും ഇതിന് മധ്യത്തിൽ ഹരിഗോവിന്ദിൻ്റെ സംഗീതം നമുക്ക് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല ഇവിടെ ഇരിക്കുന്ന ആർക്കും. എല്ലാവർക്കും മനസ്സിലാവും. ഓൾബഡി നോ ഇംഗ്ലീഷ്, സോ no need of translation here. So you are large to speak on the subject, the importance of Navy in the defense systems. So that is what the subject is. Okay. Thank you, sir. Now I will say Jai Hind thrice. Please say with me. Jai Hind. Jai Hind. Jai Hind. That's good. Ellarge namaskaram. I am Commander Kailash Girwalkar. Joined the Indian Navy at the age of 21.5 years only as a technician. Right from the day one, I was on the ship aircraft carrier called Vikrant, INS Vikrant, old Vikrant. The new Vikrant is just getting launched on 2nd September by the present Prime Minister. I was also consultant to this aircraft carrier because I am the only engineer officer who was for 10 years continuously on board INS Vikrant, which is a very rare occasion. It was a tough competition on that ship, but I was an underwater diver. I was a flight deck engineer officer, making the ship aircraft to fly. So I was given the opportunity as a sub-lieutenant, as an engineer officer, as a senior engineer watchkeeper, then senior engineer, FDEO, flight deck engineer officer, and then chief engineer. All these 6-7 posts, should be there on a Vikrant for engineer. I had done that, and that's why I got a very pride moment to tell you that I am one of the very rare specimen who was on Vikrant like this. And vast experience. We had a lot of VIPs on the board ship. Indira Gandhi, Jagjivan Ram, Morarji Desai. Then of course after I left the ship, other VIPs and prime ministers and presidents, they used to come. What is an aircraft carrier? It's a floating aircraft airfield where the aircraft land at sea. Because what happens? What is the weapon on a Vikrant? The weapons are the aircrafts which carry the missiles underneath their cart and helicopters which survey the submarine. The role of aircraft carrier, that's the Vikrant, was threefold. Detect submarines, detect aircraft, and detect the ships on the water. We took part in 1971 war. That was the chance which was Vikrant given first time. And we created havoc in Bangladesh, because for Pakistan to come and attack Bangladesh, to support Bangladesh, was all the way from the shore, all around India, and then come to it. So we blocked all the ships coming to Bangladesh by Pakistan Navy. Air we stopped because the Air Force also helped us to stop the aircraft from across the land. The ship is a 9-story building. How? 9-story building with 512 rooms, with a man force of 2,100 people, and we can float for 21 to 22 days at a time at sea, without any support from the shore. But there are shore logistic ships which can come and help the ship also. That is the basic background of the aircraft carrier.
As Mr. Vedpatra was telling, what is the role of the Navy in the defense? Army, defense has got three wings: Army, Air Force, Navy, ANA. Come. Army, Navy and Air Force. And every wing has got a different role to play. Army plays role in defending the territorial land like Kargil, Jammu Kashmir, Ladakh and all this. Air Force, they can support the Navy as well as the Army by air. But Navy has to support, has to survive, has to defend the shore, all the 2,400 kilometers of shore, to safeguard the interests of the country. Because a lot of logistics comes by the merchant ships, so we have to block them. All that ammunition that was being supplied to Pakistan during the war, we had blocked them. Right from Ramayana, Mahabharata, you find the importance of Navy, and especially Navy. I'm telling you in brief. In detail, you can talk how it is to be done. But as I told you, in India, the Navy first, the people invaded us from Kerala, then Goa, then Mumbai, but Mumbai was very much later on when Britishers took over India. The role to protect the country, the Navy has got different types of ships: cruisers, destroyers, frigates, minesweepers, all that. Because what happens, all the ships cannot come to the shore directly. They have to come to a certain channel where the depth of the water is limited. So that's why we have got minesweeper also, where we mine the sea in the sea. If the ship comes to the shore, then the mine explodes and the ship goes for sea. In 1971 war, I was as well as in Bangladesh as well as in Pakistan. I was senior engineer for a ship called INS Kripan, where we were anti-submarine. We sank their 2 submarines and 2 aircraft, 2 cruisers, Shahjahan and Akbar. No, sorry, Shahjahan and Fatima. These 2 ships, we sank them. But one of their submarines also sank our ship Kukri. If you remember, if you quite senior people are here, they know about the history of Kukri, where 148 lives we lost. And the submarine was too good. She was a German submarine called Daphne class submarine. She came under the ship, fired her limbos, fired her torpedoes, and she sank, and we got saved. We ran away from the place. Next day when we came to pick up the survivors, we found 9-10 bodies floating around. I jumped in that cold water in the sea, saved those people, and that's why I got the gallantry award for that matter. Now, like in a college, we have got different departments: history, geography, maths, physics, chemistry, like that way. On a ship also we have got different sections: logistics, administrative, fighting force, engineers, electrics, electronics, all the varieties. And everybody is specialized to the core. They are trained for 1 year before they join the ship. That is how we have got the best of the trained people from defense join the outside people, outside corporates with a gold plate in their hand. Now, Army has got tanks. They have to control the borders of our country, especially in the north area. China border, Pakistan border, now Bangladesh border, and even nowadays Nepal border also we have to protect. Air Force gives you support from the top. Now coming back to Navy, if you have got any questions, ask me at the end of the lecture, how to get into it, how to go about it, that everybody, all your children, they can Google out and find out what is your age, what is your medical fitness, what is your physical standard, what is your education qualification, all that. And for different branch, there are different professional qualities required by you, by the individual. Now, I have not a single youngster except one, but youngsters, they need to be motivated. The parents have to motivate their children to join the defense, because defense is the only organization which
caters to your need lifelong, your parents lifelong need like medical assistance and all that. And pay is also nowadays very nice. Now I am getting a pension of 1.5 lakh rupees per month. Pension. Imagine how much will be my pay. Plus all the facilities. I can go in 50% by air, 50% by train, and medical to 50 lakhs I get as a compensation for my medical. So that is. Plus, when you are on board a ship, your life is tough. When you are in army also, life is tough. When in air force also, except pilot, the life is very, very tough. Because when the aircraft goes in the air, who is to survive, who is to allow him to live? Only himself or the controller down below, control radar. Nowadays radar controls are controlled by the ladies. They are very, very intelligent, very, very dedicated, I should say. Because Bidar Air Training Center and Hyderabad Training Center is just near my village, and every year I go to this place to motivate the youngsters what is their role in the organization. Because what happens, we get little influenced by the civilian life type of people. People enjoy and all that. But imagine the logistic support what I get in armed forces. Free housing, free transport, free facilities, anything in the life. Except love and affection. There you make a mistake, you get very good kicks. Otherwise, people pat you. That is the thing in the armed forces. That is the place in the Navy also. I was telling you, there are different categories of ships. The role of the ship. Like on the ground or here also in the factory, someone work in the various workshops or factories or companies. Your role is identified. Here it is yearly, neatly marked. Your role is this. This you don't have to go beyond that. That is the thing what you have to do. You can't take it for granted. Imagine me going 200 kilometers in the sea and then asking for help. Only God has to help me, nobody else will help me. If I am a technocrat. If I am an electronic engineer, only God has to help him or help me unless you are not professionally competent. That is the way how the army is. Like in army also, tanks. You know how rugged life is, how tough life. The vibration level is very, very high. You're all bones, they go 20 kilometers also in Rajasthan or in Ladakh area and all that. Now we're lifting all the tanks and putting in Ladakh and Kargil area. But the land is so uneven that if you go just 20 kilometers, you will get giddiness and all that. Life is tough, but then life is challenge. Because that type of life you will never see or get it outside. Now a lot of my friends' children, they want to know how the life is like that. And they say I should have joined. That I should have. You have got a limit, age limit. For officers it is 21 to 24. For girls it is 24 to 27 also. And girls don't have to go to the war except the medical corps. They have to be logistic support, giving me a lot of my ration, my ammunition, my guns, all as the logistic they have to give. Or they have to plan in the forward area how many Sainik. This Sainik was for 21 days, 25 days. He has to be withdrawn and replaced by another one, similarly equivalent to him. That is the role of the ladies, what they play in the armed forces. Now, construction of a ship. It takes 5 to 6 years for a construction of a ship. Imagine 29, now the present aircraft carry 29,000 tons of steel floating on a ship, floating in water, imagine, with a speed of 30 knots, 25 knots. Imagine, if you put one little steel ball in the water, it will go sink, but the design is so, and let it be any type of weather, 5 stays, 6 stays, 7 stays, you'll never find any naval ship has sunk during the storm. It may be a mistake for an individual who is working on the ship, because of which the ship must have sank, and that also in the harbour, not at sea. Because the design is the best criteria.
I was a design engineer for air conditioning and electrical power generation, and I knew how my engine should work, because the ship tilts to 30 degrees to 28 degrees, 30 degrees to 38, and pitches, pitching 18 degrees to 12 degrees. And that time all your stomach elements come in your mouth. I am not trying to threaten you, or I am not going to tell you the wrong side, but I am in the facts of life. And that makes you very tough. Today I am at the age of 80 also. I am still going all over India to teach to motivate the school and college going students to join the armed forces. And see, I have gone to 4 wars. I was very lucky when I was on a ship, my ship had to go to war. Other only 4% of all military personnel go to war. Only 4%. Because those who are in the forward area, they only fight the war. All other people are the logistics, all other they are standby. Like in Kargil war, or in Ladakh, or now in China border. How many people are going? Hardly 4%. But they are replaced in routine. But we think, like a lot of ladies from our side, they say, क्या मेरे बेटे को मरने के लिए भेज रहा क्या? Are you sending my children to die them? I said, how? If they go to war, they will die. That is but natural. Or they will kill. In the armed forces, either you kill or you get killed. Only two. There is no choice. There is only this choice. Either you kill the enemy or you get killed. And how many people have come back from the war? You find a lot of war heroes. Like on 2nd, you see the number of people who are coming to Cochin. 2,800 war heroes are coming to see the Vikrant. Because that is one of the most prestigious projects for the country. And 100% indigenous. Earlier we used to buy from Russia, Vikramaditya, or old Vikrant was bought from the UK and all. No other ships, no other countries sell their ships. These are all second hand, but we refabricated those ships and we made them to go on. And nowadays, and for this present Vikrant, Russia is giving us the vertical takeoff aircraft. The aircraft just lifts up and then goes for attack. Earlier, you had to go out on a runway and then take off. But nowadays, that's the old type of thing. Okay, in Navy, you are posted in a big cities like Mumbai, Cochin, Goa, Visakhapatnam, Paradip or Calcutta. That's all. And Delhi. Delhi is our design stroke, controlling. This is the heart of the Navy. So life is very fantastic. You have got all the facilities of clubs, golf course, swimming pools, houses, you name. The best accommodation in Mumbai or in Visakhapatnam is in Navy Nagar. You get 3 BHK, 4 BHK house. Where you can think of it having a 4 BHK house. How much? Only for 10 rupees or 20 rupees. And all the facilities are there. Now, you must make sure, or you must make in your mind, okay, my child has to face challenges, he should be a daring day. Because the moment you come out of the services, you get a job on offer. Even before they ask, when are you retiring? Will you join my company? I was offered not 1, 3 jobs offers. I refused because my mother told me, son, after Navy, you are not working for anybody else. You have worked for the country, now you work for the Samaj, society. That's why I come back and stayed in Latur. Otherwise, a lot of our ex-army, Army, Navy, Air Force people, they take up the jobs, very highly paid jobs. Even my ordinary Sainik, he gets a good job, from security to top level. Because our training is superb. We have got training centers in Cochin, Goa, Jabalpur, Allahabad, Amritsar, Mumbai, Pune, Bangalore. Bangalore and Mysore is more for, and Hyderabad is more for Air Force people. Free of cost. Okay. After joining the armed forces also, or after joining Navy also, still you can go, if you are a very intelligent job, you want to go for post-graduation, you can go, free of cost. You don't have to pay anything. You have to only sit for the exam. If you are selected, you go there.
lot of doctors, the best of the doctors in India today are from the armed forces. Imagine. So the type of patients you get in the armed forces, you don't get outside. Somebody has no limbs, somebody has no hands, somebody has got some chest pain because they were in the north and all that. And that experience counts in civilian life outside very much. Now all the head of the departments of in Mumbai, all big hospitals are from the armed forces, especially from the Navy. Best of the heart surgeons are from the Navy and Army. Same thing from in Delhi also. Now just recently Amma has opened that in Faridabad one 3,000 bedded hospital. 80% of all doctors and staff is from the armed forces. And well paid, huh? They get a pension as well as the payment she gets. Where do you get this type of charge? Because no military person wants to sit idle at home and read books. He wants to work till his last breath. If he doesn't work, he feels very uneasy, then shouts at the wife and shouts at the children and all that. Even the best of the sports persons are from the defense forces. So my Namra Vinanti, my request to all of you is to send your children, your grandchildren to the armed forces. If you have got any question you can ask, then I will continue the second part of it. If I am not clear, please ask me questions. 5 minutes for question answers. My name is Gopal Krishnan, and I have the, I have the honor of at least seeing Vikrant, old Vikrant from a distance in Mumbai. Oh. And I am happy that you could command the career for 10 years. And some of my friends, your juniors, are also associated with this Vikrant. And Navy also, Admiral Krishnan. A.K. Krishnan. He is my neighbor in Mumbai. Yeah, and Patwardhan, he was your junior only. He also commanded the same. So I am happy to listen to your talk, giving all the facilities offered by the government. Okay. When there was the Agnipath issue came up, a lot of criticism came up, but then listening to your talk, all the plus points you have explained, those narration is not heard anywhere from other quarters. So it is nice listening to you. And Vikrant, the name in Sanskrit name means courageous. And you have courageously commanded the ship for 10 years, and we are all happy to listen to you. Thank you. So nice of you to say so. I am very happy. Which Krishnan your neighbor? Gopal Krishnan. No. Neighbor? Admiral Krishnan. Which admiral? There are 3 Admiral Krishnans. 3 admirals. No, he has joined some industrial unit now. Valchandanagar Industries. Oh, SKK. He is my batchmate. Acha, okay. He is my batchmate. He has now left Valchandanagar also, and he is at home in Reja Chambers in Powai. He is living close by. Oh, very good. I am at Powai Vihar. He is in Powai, correct. Yeah. He is my course mate and batchmate. Oh, and great. the best part was that he was the tallest, I was the shortest. So that's the best part. And we were best friends till our 20 years of service. One of the most able person. I am very happy that I am going to mention him today evening only. He is in States today. He was supposed to come for the Vikrant's commissioning, but because in States he is not able to come. SKK Krishnan. Sarvapalli. Pardon? Is he a Malayali? Yeah, he is a Malayali. His wife is a Tamilian, but he is a Malayali. SKK Krishnan. There are 3. One was earlier Krishnan, who was during the war time, 1971 war. He was that time Admiral. Admiral Krishnan, he has become Krishnan now itself, 2001 or 2, when I left the service.
one of the most tall chap, okay, 6 foot 1 inch tall, and one of the most, and he on the file work, he was very good in file work. He never took a typist as assistant. He used to write the remarks on the file very clearly, very neat handwriting and personal. In fact, my wife has met him and his wife Indira also. Golf course के ऊपर मिली थी ना तुम? हाँ. I am so happy. I am also very very happy that you met that personality. He is in Powai nowadays. Namaskaram. Commander Saab, you have given a very good picture of a person who is serving in the armed force, either in army, navy or air force, and the very hard life they experience in the field, especially in the field areas like Kargil, Siachen, Ladakh and other places. And during your lecture, you mentioned the address given by your mother, that after the armed force service, you should not go for other job, whatever may be the facilities. You go to the society and serve the fellow beings. And such budgets we want. And also, in my opinion, all the youngsters, including the girls and boys, they should undergo compulsory military training to protect our nation and safeguard the integrity and unity of the nation. Thank you. More to add, sir, I will speak in Malayalam about your service in the field of cataract operations. Because you kept a bed to mother, rather to your father also, and you served that also. Okay, we'll come back to that later on. Okay then. You finish it and I will come to that. See, what you said is very correct. In one thing, the life is tough. Why? Because it's a discipline line. Morning 5 o'clock you have to get up, means get up. Whether you are married, not married, a bachelor or something, till 5 o'clock you have to play in the evening. Then you are free to do what your social activities there. That is, and people take it as a, once you restrict the movement of your movement, the children, especially at home, now I got 2 grandsons. If I tell them don't do this, Dadu, why are you telling me that? He asks me, he rebukes me. So in services, ABCD of life is very important. A is ability, what you can do. B is bold, you have to be bold. C is confidence. Anything what you do with the confidence. And D is devotion and dedication. What you said is, I am 100% agree with you. And it's a solid job. Because discipline is one thing which is very important. When I come out and when I go to college students, they don't listen, they make halla gulla, I feel very unhappy about it. In fact, in one college in Madhya Pradesh, I went there. They started making hooting some other people. I said, why? He's come for you to talk. Please listen to him. They said, no, sir, aap baat karo. Well, you have to listen first now. They started hooting. Then I said, I am also going, he's also going, you go to hell. So that is indiscipline. That is not tolerated in the armed forces. Armed forces, there is no question of saying no. You have to. You have been told to come to the match. Whether you like it or not, you come to the match. Otherwise, don't come. That is the time. Like I'll tell you, even tying a shoelace, that they're taught the 8 knot. Figure of 8 knot, you are taught. You are not. If it's not 8 knot, then you are told, please go out, stand in one corner, raise your hands and stand for 5 minutes, 10 minutes. Like that, the punishment you are given. So that's why I feel life is very tough. Okay, now coming back to him. What I was earlier, after my retirement, I came back to my hometown. My mother gave me a slogan, पहले देश की सेवा की, अब समाज सेवा करो. पहले देश की सेवा की, अब समाज की करो. And that is after their death, I opened an eye clinic of my own. And I come from a good family. I didn't need that much money. I opened and my mother told me, target 1 lakh operations on my name. Mother and father, they donated their eyes.
So I put a hospital name also on their name only. Mi Ra Gi. Mi means mother's name, Mitravinda. Ra means Ramlingappa. Gi means Girwalkar. Mi Ra Gi. And today, just about 8 months back, I completed 1 lakh. Now I am satisfied. I met my mother's words correctly. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു നക്ഷൽ എന്താണെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് 1,00,000 പേരുടെ കാറ്ററാക്ട് ഓപ്പറേഷൻസ് അദ്ദേഹം സൗജന്യമായി നടത്തി. ഫ്രീ. കഴിഞ്ഞ 8 മാസം മുമ്പാണ് കാറ്ററാക്ട് ഓപ്പറേഷൻസ്. അന്നേരം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം, അദ്ദേഹത്തിന് ആവശ്യത്തിലധികം വരുമാനം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. enough money, you have more money with you, enough and more money with you, and the more money which you had, you spent it for operations of the poor. I think you did the poor people's cataract operation. Yes, poor people. Yeah. BPL, below poverty line. Below poverty line ലുള്ള 1,00,000 ആൾക്കാരുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻസ് ആണ് അദ്ദേഹം കഴിഞ്ഞ. It took how many years to finish it? 14 years. 14 കൊല്ലം കൊണ്ട് 1,00,000 പേര്. നമുക്ക് പെൻഷനാവുന്ന ഓരോരുത്തർക്കും ചിന്തിക്കാവുന്ന വളരെ വലിയൊരു കാര്യമാണിത്. Initially it was my money. Afterwards people started giving me money. അത് ആദ്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം കൊണ്ടാണ് ചെയ്തത്. ഇത് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഒത്തിരി ജനങ്ങൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ ചെന്നു. അങ്ങനെ അദ്ദേഹത്തിന് അത് ഒരു വലിയ സ്കെയിലിൽ ഇപ്പോൾ now you are thinking to start again in a big scale. That's a project. Now my project is make Latur blindless. Okay. District. Okay. That's my aim. But I'm I had 4 vehicles, ambulances. They become old. So once I get replacement for that, then I'll do that. But even today, the best hospital in my, just because it's a charitable hospital, it doesn't mean it doesn't have good equipment. Best of the doctors, best of the equipment, and best of the vehicles I have got. We conduct camps in a week, at least twice or thrice. Go to the villages, identify who has got cataract, put them in the same vehicle, bring them, operate them, and send them back. And let me tell you, I'm very happy to tell you, Marwaris and Gujaratis, they help me a lot. साहब मेरे माँ के नाम से 5 ऑपरेशन कर दो, conduct operation on my mother's name, my father's name. And once what happened, when small funny story, once my doctor refused to operate a lady who was very dirty, filthy. He says our operation theatre will get polluted. One Gujarati man heard that. He said, what is he saying? I said, this so and so. He said, in future I will supply 100 saris per month to all the patients free, and 100 kurta pajama or dhoti pajama to my gents patients. And that is continuing. Now I got a pile of things with me which I distribute to the poor patients. So that is the happiness, that is the pleasure I get. That is how the people support me. Like in between 3-4 months I didn't have money to operate free. So many people came. One lady came and she took out her bangles and she said, Commander, this is my gold, take gold loan. When you are okay with the money, you give me the loan. Till today she has not picked up bangles. I am free. I said, you take, रखो तुम्हारे पास, जब काम लगेगा तब रखेंगे. So that type of thing. See, you get the touch of the people's good willingness to do. When you do a good job, it is how it is paid. Secondly, motivation of college students and girl students joining the armed forces. That is my biggest task. I got a foundation where I go all over India, go to the colleges, tell the boys and girls, please join, and who want to join, I train them within their local resources. Till to date, more than 2,800 students have joined armed forces because of my academy, and out of that 4 girls are pilots. Imagine. And out of that 4 girls, one is a fighter pilot, 2 are helicopter, one is a transport pilot. It's a feel proud moment, na? And they come and hug me. Now all those girls in front of their husband, they hug me. Sir, आपकी वजह से तो मैं ऐसी हूँ. Because of you, I have become this.
This my husband is साला कुछ नहीं करता है. So that type of the lighter moment, but see how touching it is. Like our Indian culture, ladies will never touch another man, but the girls, they will come and hug me also. My wife says, ये क्या हो रहा है? ऐसे होता है, मैं क्या करूँ उसको? Your village was devastated in this earthquake. हाँ. And one of the Malayalam newspapers, they started a village, Malayalam Manorama village or something. Oh yeah, there. It's a small. It's not a village. They have taken the certain area of the village. 75 villages were affected. You are affected in the. Latur proper was not affected, but nearby villages were affected. Because what happens, our side, the structure of the poor people's house is very bad. They put Shahabadi stones for sure on the roof. It was cheaply available. The whole thing collapsed, all people got it. And that day it was Ganpati day. Raining, pouring like mad. So even aid, how much aid came? But yeah, I remember there is one lane, not lane, I would say one wadi, what you say, area for 200 houses, where they have constructed the houses for the poor people, gave them medical, they have got their own dispensary there, they have got own their ambulance there also. But people like that, even poor people are ungrateful people, I'll tell you. They don't maintain it also. I took out that clinic and ambulance for 3 years, but not much of joy in that. See, anything that becomes free is not respected, let me be very frank on that. I'm sorry to say that, but it's like that. Even after coming to Kerala here, I have got a lot of good connections Kerala. I sponsor 2-3 schools for them because Kerala is good in football players. Those who are poor people, I donate some football and kit for the school students as per the recommendation of the school. Those who are poor, give them from my side 5,000, 10,000 rupees kits for them. That is one thing also. Sports activities also in my aim. I is another, healthcare is another one. You have participated 3 or 4 wars, 3 wars. Pardon? You are participated in 3 wars. 4 wars. 4 wars. 4 wars. So please explain. Please give us some experiences. Okay. First, I'll say, when I was just 22 years old, the Indo-Pak war started, 69 war, 71 war. I just joined after my 1 year's training. I was on board Kripan. I was on board Vikrant. From Vikrant, the Kripan engineer started shivering and he got fever, and also they transferred him and this airlifted me from Bangladesh to Kripan, and we went to attack Karachi. We burned Karachi. When we were coming back, the submarine, Pakistani submarines attacked us, and one of the ship called Kukri, she got sunk. And that is the time when next morning when we came to pick up the survivors, out of the 9 survivors, 7 were alive and 2 were dead. But they are floating with a hold on stick and all that. And my ship was running away because that is the time my ship was getting attacked by submarine. I jumped in the open sea. 2.75 kilometer depth of water, I jumped in the sea. Tied those people, put them in one for 2 hours, shivering cold, 4th December means very chill cold out in north. So that is one of the best experience in my life I could get. Once Indira Gandhi was on board my ship and she was going on the flight deck. I was her bodyguard because I was the underwater driver. She asked my captain, I was young lieutenant, does anybody jump from this flight deck? My captain looked at me. When he looked at me, I got the indication that he wanted me to jump. So in front of her, I jumped in the sea. That was the experience. Afterwards, the helicopter picked me up. And when I came, from on board, when picked up and brought to captain, the captain, instead of rewarding me, he gave me 2 slaps. He said, "Main tere ko marne ke liye." That is the reward I got. And once was in Maldives also. We went to safeguard the interests of President of Maldives. That is also time I had a very bad experience.
So the small boats used to come and attack the local people. So we used to puncture that boat and let the boat sink and the people also sink. Once the boat was not getting sunk, so I jumped in the sea, got the boat, made a hole into that, and made this. When the boat was going in the water, I was also getting sucked. But by God's grace, I swam across that whirlpool it creates, no? It creates a whirlpool. I ran away from. That was the experience. Hundreds and hundreds of experiences. Every individual has got certain or other. Like although I was underwater diver, I used to do diving. In Andamans, where Veer Savarkar had jumped in the sea, I jumped in that sea that time where he jumped. I jumped. And a lot of shark infested, and a lot of mermaids. Jalapari, mermaids, ladies. You know mermaids, no? Yeah. Jalapari. What is called Machaganda. I said Machaganda. Underwater. I wanted to marry one another Machaganda, but she cannot stay out of water, no? So I didn't marry her. Magarmach. Not Magarmach. Machaganda. Half lady and half fish. Machaganda. I have seen many of them. Dolphins are all called like that. Andaman, the water is very nice, crystals. You can see thousands and thousands meters down below, good sea. And plus, in Cochin, the best diving school is in Cochin in Asia. Please send your children for the diving course. Please, even girls you can send them. If you got daughters or granddaughters, send them. That experience will never think of, imagine how to get into it. And nowadays, we have started training the civilians also for diving, but you have to go to under a very medical tight inspection checkup. They charge you something, but it's worth it, because that experience you will never get it, because after 21, 22 years will not train you. It's in Kochi? Yes. Is it that in Kochi? Yeah. In Kochi? Cochin, there is a diving school here. Oh. I did my diving course in Cochin only, in 72. I was the first engineer to become a diver. How to participate in the diving school? Pardon? How to participate in the diving course? Diving training? Huh. How to participate? What we have to do? First of all, you have to get medical fit certificate from the good doctor, especially from the naval doctor. If you got here, Cochin it is here. From Latur, I send them to Hyderabad or I send them to the Pune. Heart should be full, should be able to hold your breath for two minutes. And 56, like Prime Minister says, no, I got 56 chest, like that you should have it. And hands, fingers, arms should be strong enough, and legs. Medical fitness in all armed forces is the same, except for infantry, this is very tough. But diving is not that tough, but all your movements has to be very flexible. Because see, when you go 1000 meters down below, 2000 meters down below, see, who will help you except God? It's a thrilling experience which you couldn't know. You cannot think of it. You just go and put your head in a bucket and see how long will you survive. What's the age criteria? What? Age. Age. But diving there is no age criteria. But 25, 26 should be okay. After that you should not do it. It's not worth it doing it. Because what happens at that pressure, the water pressure acts on your body. Okay? So you should be able to resist the body. If they resist that. Young people only. Young people. School students must train. Pardon? School students. हाँ. स्कूल की स्टूडेंट्स है ना, हाँ. उनको सिखाना चाहिए. 15 साल के ऊपर के लड़कों को सिखाना चाहिए. हाँ. In fact, I had advice. I was in Delhi headquarters in Delhi. I told them we should expose the armed forces to the civilian people also, so that they get inclined to join. And that Agni Veer, the new scheme which has come, a lot of people are opposing it. But it is going to build up my
country's defense line very strong. So at the age of 18, you are getting a pay of 20-25,000. Everything is free for you. And after 4 years of service, 30% are only taken. Balance 70%, you are a skilled person in a field. Because as I told you, on a ship or in army or air force, you are taught every branch of the life. Your workshop, welding, carpentry, electronics, electrical, everything like that way. And plus you get 4.5 lakh rupees the day you leave there. Suppose you get selected, well and good, you become a commission officer, पक्का डालो, रॉयल एनफील्ड लेके धाड़ 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 घूमते दुनिया भर, गली गली में चलो घूमो. Life is fun in armed forces. Any game you play, you are good. See, I was why I became diver also. I was a good swimmer during school and college time. So for a chance, I just took it. I said I'll go for diving. I got selected. My engineer officer didn't allow me to go. अरे तू इंजीनियर है तू कहाँ डाइविंग कर जा रहा बोल के. Sir, let me go. Let it just 4 months course. Let me go. On a very special request, he allowed me to go. And today I am happy to tell you, for ONGC, I still till the age of 60, I have to help ONGC for their diving activities. Per minute I used to get 80 rupees. Per minute 80 rupees I used to get. And the time is counted right from the time when I put the diving suit till I come off surface. So every time when I didn't have money, I had to tell my wife, "Ab paisa nahi, jao diving karke aa jao." Go to diving. I used to bring 15,000-20,000 that time, 10 years back. Okay. But one thing I must tell you people, after you retire from the services, you are very, very well looked after, and even society looks after you because they want to capture, they want to take your advantage of training, your professional skill. Now tell me, not a single defense personnel will find unemployed. Worst is worst, if somebody is there, he can do a security job. A drunkard, a sailor or a seaman, he does that job. Anything else I can help you? And of course, in coaching, no problem, you can go and see people smartly dressed and all that. But in Pune, Mumbai also, if you come, I will help you to go to the command mess. I will help you to go to command hospital, how doctors, especially doctors, if you have got doctor, grandchildren, children, please tell them to go for the short service coming, 7 years. And let me tell you, once they get into the services, they don't want to come back. So life is totally different. Uniform, you walk in, everything is laid out for you from A to Z. Good food, good accommodation, good life, good respect from the society. Here you remember multi-millionaire, but there, even if you are not a even if you are 1,000 or lucky here, people respect you very well. Today, why I come here? Because I get respect from my friends Muralidharan or with Pathakji and all that. Any questions, please? Sir, what about the discipline? Superb. You can't discipline. You can't know that thing. Usually there is a ex-serviceman or people. Not only this monetary benefit or anything else, we want to know these ex-service people, they have got their discipline. Their discipline should be fruitful to the community also. We will have to follow their discipline. That's the main thing. No, that is what, as I told you, I was doing earlier Desh Seva, now Samaj Seva. I am trying to inculcate that discipline in the youngsters. I can't discipline you now. Take it. See,
How can I discipline you? I can't. Give to. Okay, discipline has to be built in, and with force. First 3 months, at least 5 to 6 candidates leave services because the discipline. Even 9 o'clock you have to sleep means you have to go to bed at 9 o'clock. 5 o'clock you have to get up in the morning. 5 o'clock you have to get up. Your shoelace, we have got laces. You have to tie like a knot of 8. You can't just tie lace like that. Put on child. No, your dress has to be daily pressed. Your hairs has to be made trim, and no hairs, no grown up hair. Unless you put it in the young children, how can I help you in that? Can I discipline you? No. Can I ask you to come on the football ground and play with me for 2 hours? No, you won't come. Or we'll go for a walk or run, jogging. Will you come on the road? No. You have to inculcate the discipline in the youngsters only. And that is why there is as he called, age limit. For a Sainik, age limit is 18 to 20 and officers is 21 to 24. हम केड़ी पूछो यार. नमस्ते जी, आपको देखने का हिंदी में बोलूं? हाँ जरूर यार. हिंदी, मराठी, कन्नड़ा, इंग्लिश, फ्रेंच. अंग्रेजी में बोलने से समझ सकता है, लेकिन रिप्लाई देने में कुछ मुश्किल है. ओके. मैं आपको देखने का यहाँ हमको जो अवसर मिला उसके लिए ईश्वर को धन्यवाद देता हूँ. सबसे पहले आप एक महान व्यक्ति है, महान से महान है हमारी दृष्टि में. मैंने 87 में विक्रांत को देखा है, मुंबई में से. ओके. उधर मैं एक रिटायर्ड टीचर हूँ. वेकेशन को 2 महीने वेकेशन है हमको. उस 2 महीने में हम उधर रहेंगे. मेरे हस्बैंड तो आर्मी में काम करता था, रिटायर्ड ऑनरी कैप्टन था. अभी हमारे बीच में नहीं है. हाँ, मेरा बेटा भी आर्मी में है, EME है, था पहले, अभी नहीं है. और आपका आदर्श तो बहुत अच्छा है. हमारे मातृ राज्य की सेवा करने के लिए आप सबको क्या करते हैं, सबको बुलाते हैं. और मातृ राज्य की सेवा करना देश प्रेम है. देश प्रेम का एक बहुत बड़ा भाग है. और देश प्रेम से और मानवता की सेवा भी करने को प्रेरणा देता है आप. इसलिए मेरी दृष्टि में आप एक बहुत महान व्यक्ति है. आपका देश प्रेम बहुत अच्छा है मेरी दृष्टि में. और छोटे 20 साल के और 20 साल से और 21 साल के बच्चों को आर्मी और नेवी और एयरफोर्स में शामिल होने की प्रेरणा देता है आप. ये तो सबसे बड़ा काम है. पावी में हमारी राज्य की सेवा वे लोग करना चाहिए. वे लोगों को करना चाहिए, नहीं उन लोगों को करना चाहिए. थोड़ा सा ग्रामेटिक चलता है, गलती करता है वो थोड़ा आगे आता है. अच्छा. और आपकी मैडम को भी देखा है हमने, इसलिए बहुत अच्छा धन्यवाद देता हूँ. आप तो लेतुर में रहते हैं ना. लेतुर में एक भूकंप हुआ था पहले. सब घर तो नष्ट हो गए थे, ऐसा हमने पत्र में पढ़ा है. अभी उसमें उधर रहने वाले आपको देखने को भी बहुत संतोष है हमको. तब तो मैं सर्विस में था ना जब भूकंप हुआ था. विक्रांत के सब मंजिल में मैंने चढ़ा है. और 8 मंजिल है ना, 8 है या पता नहीं, 9. उसमें बहुत बड़ा मुश्किल होता है चढ़ने के लिए. लेकिन उस समय तो मैं छोटी भी थी. अभी तो उम्र तो 7 साल हो गया. 70 हो गया. और 40 साल के पहले थे. उस समय उसके मंजिल में चढ़ा है बच्चों के साथ. मेरे 2 बच्चे हैं और तो छोटे छोटे थे. उनके साथ हम परिवार समेत उधर सब इस दुनिया का सबसे
सबका व्यवहार उसमें होता है। उस दुनिया में जो कुछ है वो सब विक्रांत में होता है, अरेंजमेंट होता है, इलेक्ट्रिसिटी सबका अरेंजमेंट होता है। उसका कमांडर होने से आपको क्या कहना है पता नहीं। मैं महान नहीं हूँ, नहीं मैं सीधा साधा आपके जैसे हूँ। हमारी दृष्टि में, हमारी दृष्टि में। और आप CW ऑफिस में नेवी नगर में मेरा हस्बैंड काम करता था। हाँ, नेवी नगर में। नेवी नगर, ओह। नगर में कोड़ाबा में वुड हाउस में रहता था। अच्छा अच्छा, हाँ, वो तो अपना नेवी का एरिया था ना। नेवी का एरिया है। प्लेन चलते देखता है, रोज देखते हैं हम। हाँ। बच्चे भी कहते हैं उसका साउंड सुनने से वे भी बहुत आकर्षित होते थे पहले। चलिए, आपका धन्यवाद। मुझे बहुत खुशी हुई आपने जो आपके बारे में कहा है। बहुत खुशी हुई कि आपके भी मिस्टर आर्मी में थे, बेटा भी था, अभी वो नहीं है। तो मैं भगवान से कहता हूँ कि उनको भी ऊपर से बोले कि मेरी बीवी और बहन, बेटी, माँ ऐसा है बोल के। और मैं आपको प्रणाम करता हूँ। वो भी मेरा धन्यवाद। देखो, आर्म फोर्सेस में आपने ऑल अराउंड पर्सनैलिटी डेवलप करते हैं। खेल रहो, इंटेलिजेंस रहो, या मस्ती करने का भी एक आनंद रहता है। यू नो, जब मैं सर्विस में था 4 बार मैं हिमालय में गया था ट्रैकिंग के लिए। अभी रिटायर होने के बाद भी 2 बार गया था। तो वो जो मस्ती है वो सिखाते हैं आपको वहाँ। कुछ तो भी अलग ढंग से करना। ये रोज़ का रूटीन लाइफ तो है, खाना खाओ, सो जाओ, थोड़ा पढ़ो, पैसा कमाओ, और घर में चलो। लेकिन जो चैलेंज है वो आपको आर्म फोर्सेस से कहीं नहीं मिलेगा। अब कितना लोग अब पूना में हमारे पीछे पड़ता है, साहब हमको रोहतांग पास चले लेके जाओ, हमारे पास लद्दाख लेके जाओ। मतलब तुम जाओ ना, अभी वहाँ तो आर्म फोर्स में तो आप फुकट जा सकते हो। आपके अगर हम जाना हो तो आपके लिए 1-2 गाड़ियाँ लाइन, हेलीकॉप्टर रेडी, सब रेडी रहता है। लेकिन कहाँ जाने का, चलो साहब बोलते हैं। अपने दिल में उमंग होना चाहिए, अपने दिल में ध्येय होना चाहिए, विजन चाहिए कि मुझे ये करना है बोल के, तो कर सकते हैं। ऐसा नहीं किसी भी अच्छा है, थोड़ी चीज़ें बुरी भी है। लोग दारू पीते हैं, कुछ लोग बहुत पीते हैं, कुछ लोग कम पीते हैं। ओके। महाराज आ गए, स्वामी जी आ गए क्या? मुझे खुशी होती कुछ यंग लोग यहाँ आ जाते तो। So, are you finished? Yes. There's no end to it, but chalo, we have to make it end something. Okay. Swamiji is 5 kilometers away from. Okay, he's coming. So 5 more minutes maybe. Okay, interact. Yeah. Now it's all interaction. हाँ, और കേൾക്കുന്നുണ്ടായിരുന്നു. और इसमें एक बहुत खुशी है? की बात हुई हाँ जी. कि ये बहन जी है, इनके मिस्टर भी आर्मी में थे, बेटा भी था, हाँ जी. अभी वो नो मोर है। लेकिन मैं बोला कि आपकी जैसे बहन मिली तो मुझे बहुत खुशी हुई, बहुत अच्छा लगा। अच्छा है, तो आपकी जो ऑफिसर लेवल की जो स्थिति है वो स्थिति नहीं है, वो आम आदमी की। पर वो भी तो आदमी है ना, वो ठीक भी है। हम उसी के खंधे के ऊपर बंदूक रख के मारते हैं।
बट आई थिंक भारत में उतना ये नहीं है जितना अलग देश में है, ऑफिसर और नीचे के रैंक के इसमें। तो वो डिसिप्लिन के लिए ज़रूरत है। अच्छा ठीक है, तो आप तो पिछले कई साल से केरला में आ रहे हैं ना, तो केरला के बारे में आपका जो ये है आप ज़रा बोल दीजिए, एक्सपीरियंस इन केरला एंड व्हाट डू यू थिंक अबाउट केरला। मैं पहली बार केरला तो 71 में आया था, 69 में ट्रेनिंग के लिए। पहले 3-6 महीने था। उस वक्त केरला देखने का नहीं था, सिर्फ खुद को देखने का था, क्योंकि सुबह 5 बजे से उठाते थे। वो तेवरा ब्रिज के ऊपर से हमको पानी में छलांग मारने को बोलते थे। उस वक्त कुछ नहीं। बाद में फिर 73 में आया था, 1 साल वो डाइविंग ट्रेनिंग के लिए। उस वक्त भी मैं ज़्यादा खेला, लेकिन अभी तो रिटायर होने के बाद मैं केरला बहुत आया हूँ। चेंजेस अच्छे हैं, लेकिन एक बहुत दुख की बात है, बेस्ट ऑफ द केरलाइट्स, जितना भी बेस्ट केरलाइट्स वो बाहर है केरला के। अब मेरे जितने अच्छे दोस्त हैं, कुरियोकोस है, कुट्टी है, कुरियन है, सब वो बेस्ट है, लेकिन वो उधर है। लेकिन उनके जो इधर उनकी जो बीवियाँ बच्चे बोलते हैं ना, उनकी कहानी इधर की सुनाते, तो मुझे ऐसा हो सकता है क्या? एक बहुत विचित्र पिक्चर है केरला का। और ये तुम्हारा कन्वर्शन चल रहा है, तो वी आर रिस्पॉन्सिबल फॉर दैट, नॉट एनीबडी एल्स। हम में जो यूनिटी है वो नहीं है। मैं उसके ऊपर भी बहुत काम कर रहा हूँ। हमारे गांव से मैं 3 लड़कियों को छुड़ा के लेके आया हूँ, दे आर रन अवे विद मुस्लिम बॉयज़। और ज़्यादा तो केरल में ज़्यादा है ये बहुत, केरल में और बैकवर्ड एरियाज में भी थोड़ा, मध्य प्रदेश में बोलो या बिहार में बोलो। डेवलपमेंट के नाम से केरल का डेवलपमेंट उतना नहीं है जैसा होना चाहिए था। उनका इंटेलिजेंस इतना सुपर है। मैं बोला ना, मेरा लॉजिस्टिक जो थे क्लार्क्स या सैनिक्स, वो सभी केरलाइट थे। अकाउंट कीपिंग फैंटास्टिक, मेडिकल फैंटास्टिक, सुपर्ब, और क्लरिकल वर्क सुपर्ब, पूरा। लेकिन अभी इधर आया तो मेरे को अभी मेरे हॉस्पिटल के लिए मेरे NGO 11 NGO थे मेरे, वो चलाने को मेरे को तय करे कोई भी नहीं मिलता। सब दुबई भाग जाते हैं या ओमन वगैरह। अब मेरी भांजी अमेरिका में है, उसके असिस्टेंट सभी केरल के डॉक्टर्स हैं, वो हेड ऑफ द डिपार्टमेंट एक हॉस्पिटल की। बट बेस्ट ऑफ द केरलाइट्स आर नॉट स्टेइंग इन केरला। वाई? बिकॉज ऑफ पॉलिटिक्स, बिकॉज ऑफ कम्युनिज्म, बिकॉज ऑफ रिलीजन, आई डोंट नो। और मैं सबको क्वेश्चन पूछता, मेरे को स्वामी जी भी मेरे को कुछ रिप्लाई नहीं देते। मेरा इसके लिए क्या कर सकते हैं? मैं जो भी मेरी जान देने के लिए तैयार हूँ, लेकिन कुछ करना है अपने लिए। क्यों हमारी लड़कियाँ सिर्फ इन लोगों के साथ भाग के जा रही, वो एक बहुत बुरा पिक्चर है, बहुत बहुत। यहाँ पर नहीं, दूसरे देश में भी, लेकिन केरल में ज़्यादा है। अब मैं तो अभी तो मोटरसाइकिल नहीं चला सकता, डॉक्टर ने ना बोला, लेकिन फिर भी जाना चाहता हूँ। अभी मैं अब 2 दिन से यहाँ हूँ ना, तो डिस्कस करा, तो बोलते साउथ में नहीं है, नॉर्थ में है। वो क्या मापला लोग हैं ना, कासरगोड एरिया में, वो बांग्लादेशी वहाँ सेटल हुए हैं। अब उनके फोर्ट में जाना वाला हूँ, ये उम्र में जाने वाला हूँ। मेरे पास भी बहुत अच्छे बड़े बड़े बाउंसर्स हैं, बड़े बड़े कुत्ते हैं, आर्म फोर्सेस के लोग भी हैं। मैं उनके साथ जाने वाला हूँ, देखने वाला क्या होता है उनके। वाई दिस इज़ हैपनिंग आई डोंट अंडरस्टैंड। मुझे मालूम नहीं ऐसा क्यों हो रहा है, एंड कोई भी मुझे इसका उत्तर नहीं दे सक रहा है। हम बहुत कोशिश करें, अब हमने तो बॉयकॉट कर दिया है मुसलमान के दुकान से कुछ सामान लेने का नहीं। बट मैं अकेला क्या कर सकता हूँ? बट जो भी कर रहा हूँ वो एक दाना क्यों नहीं होता, एक बूंद क्यों नहीं होता है, उसका फ़ायदा होना चाहिए। आजकल के लोगों का दृष्टिकोण समाज के लिए नहीं है, खुद के लिए है। मैं देखा केरल में वो 7th फेल मिनिस्टर बना है, क्या फायदा। अब महाराष्ट्र में देखो ना, वो शिवसेना में 2-3 फट गए, एक दूसरे को गाली देते हैं, लेकिन यूनिटी बर्थ नहीं दिखाते।
अब लातूर से 2 बार 2 चीफ मिनिस्टर बने, शिवराज पाटिल अपना डिफेंस मिनिस्टर था, होम मिनिस्टर था, उनके घर कभी पैर नहीं रखता है, यूजलेस आदमी बोलता हूँ। सोनिया गांधी का तुम क्या अपने और दूसरे सोनिया गांधी यहाँ पैदा नहीं हुई क्या? ढूंढो ना, उसको मिलेगी, नहीं करते हैं। इट्स ए वेरी ट्रिकी क्वेश्चन। वोट बैंक के खातिर हम कुछ भी कर रहे हैं, पैसे के लिए कुछ भी कर रहे हैं, विच इज़ वेरी वेरी बैड। एंड आई हैव स्टार्टेड मूवमेंट एंटी करप्शन, नो ब्राइब नो करप्शन शुरू किया। आज तक मैं आपको अश्योर करता हूँ, खड़ा रह के कहता हूँ, मैंने किसी को 1 रुपया दिया नहीं है, 1 रुपया नहीं लिया। कितने लोगों को जॉब दिया हूँ, कितने लोगों को स्कॉलरशिप दिया हूँ, नॉट मी, मैं नहीं, मेरी बहन ने। कितना 12 या 13 डॉक्टर्स बनाए, उनका पूरा फीस मेरी बहन दी थी, वो अमेरिका में रहती है, और 30-40 तो इंजीनियर भी बनाए, लेकिन 1 पैसा हमने लिया नहीं उनसे। हाँ, तुमको दे सकते तो दे दो, नहीं तो मत दे दो। अभी इधर यहाँ कोई कोड़े ना, कोई कोड़े, वहाँ पर एक बार मैं गया था वहाँ पर एक फंक्शन के लिए, वहाँ के स्कूल का मैं फुटबॉल देखा, तो वहाँ के 11 लड़कों को मैंने फुटबॉल पूरा किट गिफ्ट दे दिया, जितना पैसा था। मैं बोला ले लो तुम, किसको क्या नहीं है ले लो। उसमें से 2 अभी स्टेट लेवल को आ गया बोलता है। ये जो केरल का जो पोटेंशियल है, वो पोटेंशियल बाहर इस्तेमाल हो रहा है अपने गांव में। अब इसलिए मैं लातूर क्यों आया, लातूर तो पीने के लिए भी पानी नहीं था, ड्राई एरिया है, लेकिन क्यों आया कि मेरी माता ने बोला मेरे को, बेटे तू आज नौकरी नहीं करने का, और तू मुंबई पुणे न्यूयॉर्क में, मेरी जॉब था वो जमाने 69 में, अपना 98-99 में 3.5 लाख रुपए का जॉब था। मम्मी बोली नहीं बेटे नहीं जाने का, तुम इधर लातूर यहीं मरने का। क्या बोली? यहीं मरने का, और कहीं नहीं जाने का। तो ये परिवर्तन है, और आप ये प्रयोग करने के लिए आप जो लोकल लोग रहते हो करना चाहिए थोड़ा। मेरी राय ये रहेगी आप लोगों को। क्या है, जूता जो पहनता है उसको कहाँ पिंच होता है वो मुझे मालूम नहीं है, लेकिन जरा ढीला जूता पहने तो अच्छा लगेगा ना। धन्यवाद बोलो या नहीं कि शुरू नहीं, वो भी 3 मिनट और है। ओके, आने दो। फिर मैं वहाँ बैठ लूँ आगे? नहीं ये स्वामी जी के सामने मैं नहीं बैठूँ। स्वामी जी तो इधर बैठेगा। कभी नहीं, तो स्वामी को फेस करना, स्वामी जी को फेस करना बोले तो उनका, इसीलिए मैं बोल रहा हूँ मैं ये इसके ऊपर नहीं बैठूँगा। ये बहुत गर्म कर दिया मैंने। आपका पर्सनल इसके बारे में, भाई आप इधर खड़े हो जाइए। नहीं, आप थोड़ा उधर बैठेंगे, ये वीडियो में आ। हाँ, आपका पर्सनल फैमिली के बारे में पूछ रहे हैं कि कितने बेटे हैं, और दे वांट टू सी योर वाइफ, शी आल्सो कैन स्टैंड ओवर देयर। ये मेरी वाइफ सुरेखा है, दिस इज माय लाइफ। एक बेटा है, और एक बेटा ही है, और 2 पोते हैं, एक 10th स्टैंडर्ड में और एक 5th में। बेटी भी पौधे दोनों पोते हैं। हमारे ट्रेडिशन है, हमारे घर में सब लड़के ही है। मेरे को भी लड़के हैं, मेरे बेटे को भी लड़के हैं। बस इसलिए तो मेरे को आपकी जैसी बहन मिले तो मेरी बेटी हो गई। वाइफ इज फ्रॉम योर लातूर से ही है? लातूर के नजदीक से 50 किलोमीटर, 70 किलोमीटर। मेरे को पकड़िए ना, मैंने पहले इसको पकड़ी। अरे हमने सोचा आपने इसको पकड़ा है। अरे मेरे पीछे तो क्यों रहता था, क्यों
गोवा में, कोचीन में हेलीकॉप्टर। मेरे पास मेरा लाइफ कैसा था मालूम है? हाँ, लाइफ कैसा था? सुबह ब्रेकफास्ट मुंबई में, लंच गोवा में, डिनर कोचीन में। 40 एयरक्राफ्ट था मेरे पास। नहीं नहीं, वो खाना पका, वो हाँ वो खाना पकाती सिर्फ मेरे खिलाती है, वो भी कड़क, इसलिए ऐसा ट्रिम हो। और फैमिली लाइफ अति सुंदर है, नो प्रॉब्लम। और मेरे पिताजी भी कर्नाटक में कलेक्टर थे, तो मनी नो प्रॉब्लम। एंसेस्ट्रल प्रॉपर्टी भी अच्छी है, घर है। और मेरी माँ ने एक सिखाया, बेटा देना सीखो, लेना मत सीखो। गिव इट, दे दो, लेना मत सीखो बस। अभी देख के अपने की अभी हम वो इनाग्रेशन गए थे ना, केंद्र कुछ कर रहे, वेदा केंद्र। अगर उधर केंद्र किया तो मैं लातूर से, हमारे एरिया से बहुत डोनेशन लेके आऊँगा। हाँ, मेरे पास देने वाले बहुत लोग हैं, मैं लेना नहीं चाहता, मेरे को क्या ज़रूरत नहीं है। 1 लाख का टारगेट था, बन गया, हो गया। Do you have any plan to write your autobiography, which will be of great? I am very bad in writing. I am Dictate to somebody and write. no, lot of my sisters, lot of my well-wishers, they told me write your biography. But मैं बोला क्या, हम कितने लोगों की बायोग्राफी पढ़ के वो कर देते। Biography somebody can write it. Autobiography you only have to. No, but see, I take it as my example. How many biographies I read? I have not even Nehru और महात्मा गांधी और एक से थोड़ा छत्रपति शिवाजी और महाराणा प्रताप का पढ़ा हूँ, बाकी किसी का नहीं। My niece, especially my number 2 niece, she's keen. She's maintaining all the letters which I have to write to her. Because उनके चारों बच्चे डॉक्टर्स मेरे हॉस्पिटल की वजह से बने हैं USA में, मेरिट के ऊपर। क्योंकि जब वो इंडिया आते थे तो मेरे हॉस्पिटल में अटैच होते थे, मैं उनको कैंप में भेजा। फॉरेन को तो क्या हुआ, चलो जाओ कैंप को। वो जंगल में सोते थे, और वो जो बुढ़िया हो रहे थे, वो चूल्हे के ऊपर का चाय बनाते थे, वो पीते थे। बहुत मज़ा आता था उनको। उन्होंने वो एक्सपीरियंस नरेट किया, बोल को उनको चारों को भी सेलेक्ट किया। 2 लड़कियाँ हैं, 2 लड़के हैं, दोनों भांजियों के, चारों का भी। उसमें से 2 कैंसर स्पेशलिस्ट है, एक ENT स्पेशलिस्ट है, और एक हाँ का है ऋषभ, कैंसर है क्या, नहीं सॉरी, एक का मालूम नहीं, लेकिन ये चारों भी डॉक्टर्स हैं। तो बायोग्राफी क्या है, मेरे को मेरा जो मेरे बारे में आप लोगों से मुलाकात हो गई, आप मेरे बारे में थोड़ा सोचेंगे, वही मेरी बायोग्राफी है। आपके बाद आप गारंटी देंगे कि आपका बेटा है, आपका पोता पढ़ेगा मेरी बायोग्राफी? में कोई नहीं पढ़ेगा। मेरी राय, मेरी ओपिनियन है। हाँ, हेल्थ भी ठीक है। अभी परसों को जो डेंगू बिंगू हो गया था, इसलिए थोड़ा इनबैलेंस हो रहा है। वो भी मेरा भाग तो नहीं आने का मेरे पास, फिर भी आ गया। अब क्या करूँ मैं क्या था, मेरे घर कुछ नहीं, कड़ाक अभी भी जम करता हूँ। अभी कोई भागने को आएगा तो मैं भागने को तैयार हूँ, लेकिन वो डेंगू की वजह से थोड़ा वीकनेस लग रहा है। और क्या बोलते हो, डेंगू और क्या बोला उसने, कुछ तो भी था। हाँ, आइए शर्मा जी, आ गए क्या? हाँ बैठो, तुम भी सुनो हमारी कहानी। ये रुद्राक्ष मुरली है, ये शर्मा जी है, एंड आई एम प्रो फॉर ऑल आयुर्वेदिक प्रोडक्ट्स, ऑल प्रोडक्ट। ये शर्मा जी के यहाँ बहुत बड़ा मैंने मसाज किया था, अभी तक याद है। 2 दिन सोया मैं सिर्फ मसाज। आप चालू रखिए। वो स्वामी जी तो आ गए, लेकिन वो इधर आने में थोड़ा समय लगेगा। ओके, आ जाओ श्याम कुमार, आ जाओ इधर ही आ जाओ श्याम कुमार, तुम्हारे बारे में। शर्मा जी आइए, अरे मेरे साथ, अरे ऑडियंस है तो ले लेने का। वो बहुत गौशाला का गो प्रोडक्ट बनाता है ना। ये
गरम पानी पानी എല്ലാവരും ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കും. ഫ്രണ്ടിലേക്ക് ഇരിക്കാം കുറച്ച് പേർക്ക്. മുരളിച്ചൻ അദ്ദേഹത്തെ കൂടെ വിളിക്കാം. नहीं नहीं वो आएंगे, आप बैठिए. मैं क्या बताऊँ, कुछ नहीं. मैं सुनूंगा आपका दो बातें हम सुनेंगे. हम तो है ना हमेशा सुनाते रहते हैं. കനേരി മഠത്തിൻ്റെ മഠാധിപതിയായിട്ടുള്ള സ്വാമിജി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ഇന്ന് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ മഠം സ്ഥാപിച്ചിട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞുള്ള ആദ്യത്തെ ചടങ്ങാണ് ഈ ഗുരുകുലത്തിലേക്കുള്ള യാത്ര. ഈ പ്രോഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം മുരളിച്ചേട്ടനുമായിട്ടുള്ള ബന്ധമാണ്. ഇന്നവിടെ പ്രസംഗിക്കുമ്പോൾ ഒരാൾ പറഞ്ഞേ, ഈ മുരളിച്ചേട്ടൻ ആൾക്കാരെ ഇങ്ങനെ കാന്തം പോലെ പിടിപ്പിച്ച് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന്. സത്യത്തിൽ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രയത്നിക്കുന്ന ഒത്തിരി ആൾക്കാരുള്ള സ്ഥലമാണ്. ഒറ്റയ്ക്ക് ചെയ്യുക, സംഘടനാപരമായ ദൗത്യങ്ങളല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ മനുഷ്യർ അവരെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലോകമാണ്. ആ ലോകത്ത് ഒറ്റയ്ക്ക് ചെയ്യുന്നവരെ സഹായിക്കുക എന്നുള്ള ഒരു മനസ്സ്, അങ്ങനെ ചെയ്യുന്നവരെ കണ്ടറിയാനുള്ള ഒരു മനസ്സ്, അത് മുരളിച്ചേട്ടന് വളരെ അധികമുണ്ട്. അഡ്വക്കേറ്റ് മുരളീധരൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ചേട്ടന് അത് വളരെ അധികമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പലതും ചെയ്യാൻ കഴിയുന്നത്. ഗുരുകുലത്തെ സംബന്ധിച്ച് ഇത് 366ാമത്തെ കമമറേറ്റീവ് സെഷനാണ്. സ്മാരക പ്രഭാഷണ പരമ്പരയുടെ 366ാമത്തെ ദിവസമാണ്. എൻ്റെ അച്ഛൻ മരിച്ചത് 11 കൊല്ലം മുമ്പാണ്. അന്നേരം ഒരു കൊല്ലം ഇവിടെ ഇതുപോലുള്ള സദസ്സുകൾ നടന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ ഇത്രയും നാളിൽ 366 വരെയുള്ള ദിവസങ്ങളിൽ ഞാനിത് അറിഞ്ഞുകൊണ്ടാണ് കൃത്യമായിട്ടും ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഇത് പറയാതിരിക്കുന്നത്. കാരണം ഇതിലെത്ര പേര് ചെങ്ങന്നൂർക്കാർ ഇതിനോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ തന്നെ മലയാളത്തിൽ പറയാം എന്ന് വിചാരിച്ചത്. ഞങ്ങളുടെ അയൽവാസിയായിട്ട് 2 പേരേ ഉള്ളൂ ഇതിനകത്ത്. അയൽവാസിയായിട്ട് 2 പേരേ ഉള്ളൂ. ബാക്കി എല്ലാ മുഖങ്ങളും ഒരു 10 കിലോമീറ്റർ ദൂരെ നിന്നുള്ള ആൾക്കാരാണ്.
സ്വാമിജിയെ പോലെ ഒരാൾ ഇവിടെ എത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ, അദ്ദേഹം സത്യത്തിൽ അമ്മയുടെ കാലുമായി ബന്ധപ്പെട്ട ഒരു അന്നേരം പെട്ടെന്നാണ്, ഇന്നലെ മിനിങ്ങാന്നാണ് ഇത് ഞങ്ങളിങ്ങനൊരു ചാർട്ടിങ് ചെയ്തത്. സ്വാമിജിയോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുരളിച്ചേട്ടനാണ്. മുരളിച്ചേട്ടൻ വളരെ പെട്ടെന്ന് ഈ കാര്യം പറഞ്ഞു. എനിക്ക് വേറൊന്നും കൂടുതൽ പറയാനില്ല. ഞാൻ മുരളിച്ചേട്ടനെ മൈക്രോഫോൺ നൽകുന്നു. ഒപ്പം സ്വാമിജിയോട് ആപ്സെ കുച്ച് हमको कुछ बातें पर ये करें, आप जो भी आपकी इच्छा है, आशीर्वाद जो भी हो. तो मैं अभी मुरली चैटन से मुरली जी से करता हूँ. पूजनीय अदृश्यकाड सिद्धेश्वर स्वामी जी, കമാൻഡർ കൈലാസ് ജി, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി അജയൻ ശർമാജി, രാകേഷ് ജി, അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതാണ് കൂടുതലായിട്ട്. കാരണം ഉളപ്പമണ്ണ, മഹാകവി ഉളപ്പമണ്ണയുടെ മകനാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ വരേണ്ട ആൾ തന്നെയാണ്. വളരെ അവിചാരിതമായിട്ടാണ് വേദപ്രകാശ് പറഞ്ഞതുപോലെ സ്വാമിജി ഇവിടെ എത്തിയത്. ഒരു ഷെഡ്യൂൾഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ന് അടൂർ നടന്നതാണ്. കനേരി മഠത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ഇന്ന് ആരംഭിച്ചു, ഔപചാരികമായിട്ട് ആരംഭിച്ചു. സ്വാമിജിയെ ഞാൻ കണ്ടുമുട്ടുന്നത് 2013 ഡിസംബർ മാസത്തിലാണ്. ഇന്ന് ഞാനത് അനുസ്മരിച്ചു. അതിനുശേഷം ഇങ്ങോട്ടുള്ള നിരവധി യാത്രയിൽ സ്വാമിജിയോടൊപ്പം കഴിയാൻ കഴിഞ്ഞു. കനേരി മഠത്തിൽ ഇപ്പോൾ എത്ര തവണ ഞാൻ പോയി എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. സംഖ്യ പറയാൻ കഴിയാത്ത വിധത്തിൽ. ഇനി അത് എണ്ണുന്നതിൽ കാര്യമില്ല. വാസ്തവത്തിൽ ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഹിന്ദിയിലൊരു ഒരു പാട്ടുണ്ട്, അതായത് പഥക അന്തിമ ലക്ഷ്യ നഹി ഹേ സിംഹാസന ചढ़ते जाना, सब समाज को लिए साथ में आगे है बढ़ते जाना. ഇത് സമൂഹം മറന്നുപോയിരിക്കുന്നു. സ്ഥാനലബ്ധിക്ക് വേണ്ടി പൂന്താനം വർണ്ണിച്ചതുപോലെ വിവരിച്ചതുപോലെ മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുന്നൊരു സമൂഹം, അതിൻ്റെ തീവ്രതയിൽ പെട്ടുഴലുന്ന കേരളീയ സമൂഹം, അതാണിന്ന് നമ്മുടെ മുമ്പിലുള്ളത്. സ്വാമിജിയെപ്പോലുള്ള മഹാപുരുഷന്മാരെ നമുക്ക് കണ്ടെത്താൻ ജീവിതത്തിൽ സാധിക്കുക എന്നുള്ളത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാ കാലത്തും ജനസമൂഹത്തെ മഥിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ് ഞാൻ ആരെയാണ് മാതൃകയാക്കേണ്ടത്. മഹാത്മാക്കൾ ഏത് വഴിയാണോ പോയത് അതാണ് നമ്മുടെ മാതൃകയെന്നാണ് നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ വഴിയിൽ കൂടെ പോകാൻ കേരളീയ സമൂഹം എത്രമാത്രം തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചന വിഷയമാക്കേണ്ടതാണ്. പക്ഷേ അതിന് വിരുദ്ധമായൊരു തരംഗം അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. അത് പടവെട്ടി മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്വാമിജിയുടെ ആശ്രമത്തിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കണം എന്ന് സ്വാമിജിയോട് ബന്ധമുള്ള ഭക്തജനങ്ങൾ തീരുമാനിച്ചത്. സ്വാമിജിയെ വളരെ കൃതജ്ഞതാപൂർവ്വം ഞാൻ സ്മരിക്കുന്നത് 2018 ഫ്ലഡിൻ്റെ സമയമാണ്. നമ്മളിവിടെ മുഴുവൻ തന്നെ ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടായി. ഞാൻ കരുതുന്നതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററായിട്ടാണ്, എൻ്റെ യുക്തിയിലും ബുദ്ധിയിലും അങ്ങനെയാണ് തെളിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായ ഡിസാസ്റ്റർ സമയത്ത് 60 അംഗ റിലീഫ് സംഘത്തോടൊപ്പം ഇവിടെ വന്ന് 2 ആഴ്ചക്കാലം സേവനം ചെയ്ത സ്വാമിജിയെ ഞാൻ അടുത്ത് അറിയുവാൻ സാധിച്ച ഒരു സമയമാണ്. നമ്മുടെ കേരളത്തിന് 300 ടണ്ണിൽ പരം സാധന സാമഗ്രികൾ റിലീഫിനായിട്ട് അദ്ദേഹം തന്നു. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തെ രാമകൃഷ്ണ ആശ്രമം കേന്ദ്രമാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു റിലീഫ് ക്യാമ്പെന്ന് ഉദ്ദേശിക്കുന്ന അവിടുന്ന് സാധനങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി രാമകൃഷ്ണ മിഷൻ അവിടുത്തെ ഹാള് വിട്ടുകൊടുത്തു. അവിടെ വളരെ ദിവസങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഇവിടെ നമുക്ക് ആറന്മുളയും പരിസര പ്രദേശങ്ങളിലും
ശ്രീ അജയ്കുമാറിൻ്റെ ഗോശാല കേന്ദ്രമാക്കിയിട്ട് പരിമിതമായ സാഹചര്യങ്ങൾ അന്നത്തെ സമയത്ത് നമുക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. വളരെ പരിമിതമായ സാഹചര്യത്തിൽ 8 ഡോക്ടർമാർ, അതുപോലെ തന്നെ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ, അതുപോലെയുള്ള എല്ലാവരും ചേർന്ന് 60 അംഗ സംഘം അവിടെ താമസിച്ച് ഓരോ സ്ഥലത്തും സ്വാമിജി നേരിട്ടെത്തി ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വേറൊരു സംഗതി, ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഗോക്കൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക്, നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ പശുക്കൾക്ക്, ഗോക്കൾക്ക് ആഹാരം എത്തിച്ച ഏക സ്ഥാപനം കനേരി മഠം മാത്രമാണ്. ശ്രീക്ഷേത്ര സിദ്ധഗിരി മഠം മാത്രമാണ്. ഞാൻ ഓർക്കുകയാണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നൊക്കെ തന്നെ ആൾക്കാർ, അവിടെ ഒന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വാഹനം വിളിച്ച്, എനിക്ക് ആലപ്പുഴ ജില്ലയിലെ ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്നെ വിളിച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു സാധനങ്ങൾ. അദ്ദേഹം പറഞ്ഞു വിട്ടതനുസരിച്ച് ഞാൻ ആൾക്കാർക്ക് നമ്മൾ സാധനങ്ങൾ കൊടുത്തയക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിൽ വളരെ എത്തിപ്പെടാത്ത പല സ്ഥലങ്ങൾ, ഉദാഹരണത്തിന് കോതമംഗലത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ള വനവാസികൾ അക്ഷരാർത്ഥത്തിൽ പട്ടിണിയായിരുന്നു. നമ്മൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് മാത്രമാണ് പട്ടിണി ഉണ്ടായിരുന്നത് കരുതുന്നതിൽ അർത്ഥമില്ല. അവിടെ എത്തി, ഇവിടെ നിന്ന് 3 ലോറികളിൽ നമ്മളവിടെ ദുരിതാശ്വാസ സാധനങ്ങൾ എത്തിച്ച് ട്രൈബൽസിന് നേരിട്ട് വിതരണം ചെയ്യുകയുണ്ടായി. പെരുമ്പാവൂർ പോയപ്പോൾ വാസ്തവത്തിൽ വളരെ വിഷമം തോന്നിയൊരു ദൃശ്യമുണ്ട്. അതായത് കൊച്ചുകുട്ടികൾ അവരുടെ പുസ്തകങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കുന്ന ദൃശ്യം. അപ്പോൾ ഇതൊക്കെ കണ്ട് വാസ്തവത്തിൽ മനസ്സലിഞ്ഞ മഹാരാഷ്ട്രയിൽ നോക്കൂ, ഭാരതത്തിൽ ഒറ്റ സ്റ്റേറ്റ് മാത്രമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. രാഷ്ട്ര ശബ്ദത്തോടു കൂടി അറിയപ്പെടുന്ന ഒറ്റ സ്റ്റേറ്റാണ്. ആ മഹാരാഷ്ട്രയിൽ നിന്ന് ധാരാളം ആൾക്കാർ സ്വാമിജി ആഹ്വാനം ചെയ്തതനുസരിച്ച് നമുക്ക് സഹായത്തിനായിട്ട് കേരളത്തിന് വേണ്ടി എത്തി. പക്ഷെ കേരളത്തിലെ എത്ര ആൾക്കാർ ദുരിതാശ്വാസത്തിന് വേണ്ടി കേരളത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സ്മരിക്കുകയാണ്, കുറച്ചു കാലം ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് ഗുജറാത്തിലെ മോർവിയിലെ ദുരന്തം ഉണ്ടായത്. മച്ചു ഡാം പൊട്ടിയിട്ടുണ്ടായ ദുരന്തം. അപ്പോൾ ഞാൻ കുട്ടികളോടൊപ്പം നടന്ന് കളക്ഷൻ എടുത്ത് ഔപചാരികമായിട്ടാണ്, അത് രസീതെല്ലാം കൊടുത്ത് തന്നെ നമ്മൾ കളക്ഷൻ എടുക്കാൻ ചെന്നപ്പോൾ ഒരു റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസർ എന്നോട് ചോദിച്ചു, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം എന്നോട് ചോദിച്ചു, അവിടെ അല്ലേ ഡാം പൊട്ടിയതിനെന്തിനാണ് ഇവിടെ നിങ്ങൾ പിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ കോളേജ് വിദ്യാർത്ഥികളാണ്, നമ്മൾ ആ സ്പിരിറ്റ് ആഹ്വാനം ഉൾക്കൊണ്ട് വിദ്യാർത്ഥികളായി ഞങ്ങൾ ഒരുമിച്ച് കളക്ഷന് വേണ്ടി ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ പ്രതികരണം ഞാൻ ഇന്നും മറന്നിട്ടില്ല. ആലോചിച്ച് നോക്കണം, 40 വർഷത്തോളം മുമ്പുള്ള സ്മരണയാണ് ഞാൻ ഈ പറയുന്നത്. ഇതെൻ്റെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും സ്വാമിജിയുടെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹദായകമാണ്. നമ്മളെല്ലാവരും പോയി കാണേണ്ട ആശ്രമമാണ് കനേരി മഠം. അതിന് സമാനമായിട്ട് വേറൊരു ആശ്രമം എനിക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. ഞാൻ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. എങ്ങും തന്നെ അങ്ങനെ ഒരു മാതൃക ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഗുരുകുലത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ സങ്കല്പങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ ഇൻ റിയാലിറ്റി, യാഥാർത്ഥ്യത്തിൽ ഗുരുകുലം എന്താണെന്ന് മനസ്സിലാക്കാൻ അവിടേക്ക് പോയാൽ 250 വിദ്യാർത്ഥികൾ അവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, അവിടെ ഒരു സംസ്ഥാനത്തു നിന്ന് മാത്രം ഒരാൾ പോലും ഇല്ല. അറിയായിരിക്കും നിങ്ങൾക്ക് ഏത് സംസ്ഥാനമാണെന്ന്. കാരണം ഇന്ന് പറയുന്നത്, ഇപ്പോൾ ആൾക്കാർ രക്ഷകർത്താക്കൾ കരുതുന്നത് ഇപ്പോൾ ഈ കുട്ടികളെ വളർത്തുന്നത് അത്ര ആദായകരമല്ലെന്നാണ് രക്ഷകർത്താക്കൾ പറഞ്ഞത്, അവരുടെ കാഴ്ചപ്പാട്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു ഹ്യൂമറാണ് ഞാൻ പറഞ്ഞത്. അത്രമാത്രം അധപ്പതിച്ചിരിക്കുകയാണ് ഈ സ്റ്റേറ്റ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായൊരു സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ഗോക്കൾ കൊല്ലപ്പെടുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വൈര്യം മൂത്തു നിൽക്കുന്ന സംസ്ഥാനം, ഇതാണ് ഈ കേരളം. അതിൽ നിന്ന് വ്യത്യസ്തമായി മഹാരാഷ്ട്രയെ നോക്കൂ. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാനായിട്ട് എല്ലാവരും ഒന്നിച്ചു വന്ന് നമുക്കെല്ലാ സഹായങ്ങളും നൽകി. അപ്പോൾ അവിടുത്തെ ഗുരുകുലം, അവിടുത്തെ മ്യൂസിയം, അവിടുത്തെ ഗാർഡൻ, അവിടുത്തെ മാതൃകാ ഗ്രാമം, ക്യാഷ്ലെസ് ആയിട്ടുള്ള സംവിധാനങ്ങളുള്ള സൊസൈറ്റി, പാൽ സൊസൈറ്റി, അതുപോലെ തന്നെ സ്വയം പര്യാപ്തമായ ഗ്രാമം, കള്ളുഷാപ്പില്ലാത്ത ഗ്രാമം, സിവിൽ ക്രിമിനൽ വ്യവഹാരങ്ങളില്ലാത്ത ഗ്രാമം, ഇതൊക്കെ നമുക്ക് സാധ്യമാണ്. ഗ്രാമസ്വരാജിനെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പറയാറുണ്ട്. പക്ഷേ അതിനൊരു മാതൃക കാണിക്കാൻ ഭാരതത്തിൽ ഒരു സന്യാസി നേതൃത്വം കൊടുത്ത ഒരു ഗ്രാമമാണ് ആ ഗ്രാമം. നമ്മൾ പോയി കാണണം. ഇതേമാതിരി അനവധി മാതൃകകളുണ്ട്. ആശുപത്രി എന്താ വാസ്തവത്തിൽ? ആശുപത്രി ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണിന്ന്. നമുക്കറിയാം, ഇന്നലെ വരെ മദ്യത്തിൻ്റെ വിപണനം നടത്തിയവർ ഇന്ന് ആശുപത്രി തുടങ്ങുന്നു. കാരണം മദ്യവിപണനത്തെക്കാട്ടി നല്ലതാണ് ആശുപത്രി എന്നവർ മനസ്സിലാക്കി.
ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സിദ്ധഗിരിയിലെ മാതൃകാപരമായ ഹോസ്പിറ്റൽ, സിദ്ധഗിരി മെഡിക്കൽ സെൻറ്റർ നമ്മൾ കാണേണ്ട കാഴ്ചയാണ്. ആയുർവേദ ഹോസ്പിറ്റൽ കാണേണ്ടതാണ്. അവിടുത്തെ ഡോക്ടർമാരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ട. കേരളത്തിൽ നിന്ന് നാട്ടുവൈദ്യന്മാരെല്ലാവരും കൂടെ ഒരു സന്ദർശനം നടത്തി. അവർ മെഡിക്കൽ ക്യാമ്പ് സംഘടിച്ചപ്പോൾ ആ മെഡിക്കൽ ക്യാമ്പിൽ ഈ നാട്ടുവൈദ്യന്മാരെ അസസ് ചെയ്യാനായിട്ട് 8 ഡോക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. ആലോചിച്ച് നോക്കൂ. ഇവിടെ നാട്ടുവൈദ്യന്മാരുടെ, പാരമ്പര്യവൈദ്യന്മാരുടെ ഗളച്ഛേദം ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക ഇവിടുത്തെ അസോസിയേഷൻസ്. അവിടെ നേരെ തിരിച്ച് അവരെ സഹായിക്കാനായിട്ട് ഡോക്ടർമാർ രാവിലെ 9 മണി മുതൽ രാത്രി 9 വരെ അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്ന് കാണുമ്പോൾ ആ ജനതയുടെ സംസ്കാരം എന്താണ്, അതിനോടുള്ള പ്രതിബദ്ധത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അനുപമമായ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. 1300 വർഷം, 7-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ആശ്രമമാണെന്ന് മനസ്സിലാക്കണം. 1300 വർഷം പഴക്കമുള്ള ആശ്രമമാണ്. ആ ആശ്രമത്തിന് 49ാമത്തെ മഠാധിപതിയാണ് സ്വാമിജി. എല്ലാ അവസരത്തിലും ഈ അവസരത്തിൽ ഇതാ വീണ്ടും സ്വാമിജിയെ പരിചയപ്പെടുത്താനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. അതിലെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ വേദപ്രകാശികളോടൊപ്പം പല കാര്യങ്ങളും സമാനതകളുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം, ഞാനുമായിട്ട് പല കാര്യങ്ങളും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഈവൻ ഡയബറ്റീസിൽ പോലും ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ, അതുപോലെ തന്നെ നരേന്ദ്രഭൂഷൺ സാറ്. ഞാൻ നരേന്ദ്രഭൂഷൺ സാറിനെ വളരെ ചെറുപ്പത്തിലേ പരിചയപ്പെട്ടതാണ്. വളരെ 10-15 വയസ്സുള്ള സമയത്ത് സാറിനെ പരിചയപ്പെടാൻ, കാണാനും അദ്ദേഹത്തിന് പ്രസംഗം കേട്ടൊരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ പൈതൃകം, അതിൻ്റെ സ്മരണകൾ നിലനിൽക്കുന്ന ഈ പവിത്ര സ്ഥാപനത്തിൽ സ്വാമിജിയുടെ സാന്നിധ്യം ഇന്നുണ്ടായിരിക്കുന്നു. നമ്മൾ അനുഗ്രഹീതരായിരിക്കുന്നു. സ്വാമിജിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ആശീർവാദം പറയാൻ പറഞ്ഞപ്പോൾ എന്ത് പറയണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൗർണമി നാളിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ആശ്രമത്തിൽ ഇത് കേൾക്കേണ്ടതാണ്. ഇവിടെ വന്ന് പോയി പറഞ്ഞ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഒരു വ്യക്തി യാത്ര ചെയ്ത് പോകുമ്പോൾ ക്ഷീണിതനായി ഒരു ഞാവൽ മരത്തിൻ്റെ കീഴിലിരുന്നു. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ ഞാവൽക്കായ ഇങ്ങനെ നിറഞ്ഞ് പഴുത്ത് നിൽക്കുകയാണ്. ദൂരെ ഒരു മത്തൻ പടർന്നു കിടക്കുന്നു, അതേ വലിയ കായ്കൾ കിടക്കുന്നു. അപ്പോൾ ഇയാൾ ആലോചിച്ചു, ഈ ഈശ്വരൻ എന്തൊരു ആളാണ്, ഈ വലിയ മരത്തിൽ ഈ കൊച്ചു കായും ചെറിയ എളിയ വലിയ കായും കൊടുത്ത് ഇങ്ങനെ ആരാണ് എന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് ഇപ്പോൾ അവിടെ വീണ് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ ഏതോ കുരങ്ങനും മറ്റോ കയറിയിട്ട് ഈ ഞാവൽ ഉലുത്തി അതെല്ലാം കൂടെ ഇയാളുടെ മുഖത്ത് വീണു. ചാടി എണീറ്റിട്ട് അദ്ദേഹം ആദ്യം കരുതി, അമ്പോ ഇത് മത്തനായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ. ഗ്രാമീണരോട് ഇത് സംവദിക്കാൻ, ഇതൊക്കെ പറയാൻ എത്ര യുക്തിസഹമായി. ഇത് സ്വാമിജി ഇതൊരു 7 വർഷം മുമ്പ് പറഞ്ഞ കഥയാണ് ഞാനീ പറയുന്നത്. വേറെ കഥ അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഗ്രാമീണർ ഇഷ്ടപ്പെടുന്നു, തോളിലേറ്റി നടക്കുന്നു എന്ന് എനിക്ക് ഒരു ദിവസം അദ്ദേഹത്തിനോട് പറഞ്ഞു. ഫോർ 25 years I was after them, now they are after me. ഇവിടെ എത്ര സന്യാസിമാർ ആഫ്റ്റർ ദം എന്ന് പറയാവുന്നവരുണ്ട് എന്ന് നമ്മൾ അന്വേഷിച്ചു നോക്കാം. ഇതൊരു വിഷയമാണ്. അദ്ദേഹം ഉദാഹരണം പറഞ്ഞു. വേറൊരു ഉദാഹരണം ഈശ്വരനോടുള്ള നമ്മുടെ സമീപനത്തെക്കുറിച്ച്. ഒരു സ്ത്രീക്ക് ഭർത്താവ് ഒരു മൂക്കുത്തി കൊടുത്തു. അവരെല്ലാവരെയും മൂക്കുത്തി കൊണ്ട് നടന്ന് കാണിച്ചു, ഇത് ഹസ്ബൻഡ് വാങ്ങിച്ചതെന്നാണ്, ഭർത്താവ് വാങ്ങിച്ചതെന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ സന്ത് കബീർദാസിൻ്റെ അടുത്തെത്തി. കബീർദാസിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ കാണിച്ചു, ഇതെൻ്റെ ഭർത്താവ് വാങ്ങിത്തന്നതാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ശരിയാണ് നിങ്ങൾക്കിത് വാങ്ങിത്തന്നുള്ളത്, പക്ഷേ നിങ്ങൾക്ക് ഈ സുന്ദരമായ മൂക്കും മുഖവും തന്ന ഈശ്വരനെ നിങ്ങൾ എത്ര സ്മരിക്കുന്നു. നോക്കൂ, വളരെ ചെറിയ കഥയിൽ കൂടി വളരെ വലിയ തത്വങ്ങളെ ഗ്രാമീണ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടാൻ അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ട് ഇന്ന് മഹാരാഷ്ട്രയിലെ പ്രഥമ പൗരനാണ് അദ്ദേഹമെന്ന് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്താൽ മതി, ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ടാൽ മതി. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഈ മഹത് സ്ഥാപനത്തിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഹരിഗോവിന്ദിനെ പരിചയപ്പെടുത്തി. അപ്പോൾ ഇനി ഹരിഗോവിന്ദിനൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല രസകരമായ ഒരു സന്ധ്യയാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്. സ്വാമിജിയെ പരിചയപ്പെടുത്താനുള്ള ദൗത്യം ഞാൻ നിർവഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം. आदरणीय आचार्य, ऊपर ही लेना है ऐसा? हाँ हाँ हाँ.
आदरणीय आचार्य वेद प्रकाश जी, माताश्री जी और आप सभी लोगों को मेरे हार्दिक प्रणाम। तो देखिए, हम बहुत लोगों के घर जाते हैं, ऐसे गुरु जी है तो जो बुलाते हैं उनके घर जाते हैं। तो आज हम यहाँ आए हैं तो ये बहुत हटकर अलग एक घर में आए हैं। किनको कुछ संपदा होते, किनको कुछ संपदा होते, कोई किसी को संपदा मानते हैं, कोई किसी को संपदा मानते हैं। देखिए हमारे देश में कोई सोने को अपना संपदा मानते हैं, कोई रुपया है पैसा उसको संपदा मानते हैं, कोई किसान है अपना ज़मीन को ही संपदा मानता है, कोई कारीगर है अपना कारीगरी को ही अपनी संपदा मानता है। जो कवि होते हैं, जो साहित्यिक होते हैं, जो लेखक होते हैं, उनकी संपदा तो ज्ञान ही होता है। तो मैं जैसे ही घर में प्रवेश किया तो इधर उधर कुछ नहीं दिखता है कि इधर ज्ञान संपदा सब पड़ी हुई है, पूरा कोई भी दीवार खाली नहीं रखे हैं। क्योंकि आते आते हमारे आचार्य जी का पिताश्री का नाम देखा हमने, इस रास्ते पे नाम रखा है। तो केरल के एक बहुत बड़ा आध्यात्मिक क्षेत्र के और साहित्य क्षेत्र के मूर्धन्य व्यक्ति थे। तो उसी रास्ते पे आदरणीय मातोश्री भी चल रहे हैं और उनके पुत्र, तो हमने सुना है कि कोई कौन सा वारसा लेता है, कोई कौन सा वारिस लेता है। तो साहित्यकों के घर में साहित्य की वारसा आगे लेके जाने के लिए भी उतना आसान नहीं होता है। ये आप सुने होंगे, सम्राट अशोक प्राण नहीं छोड़ रहे थे, सब लोग इकट्ठे हो गए थे मगर प्राण नहीं छोड़ रहे थे। 1 दिन हो गया, 2 दिन हो गया, 8 दिन हो गए, सब लोग इकट्ठे हो गए, अंतिम सांस लेना इतना ही बाकी था तो प्राण नहीं छोड़ रहे थे। उनकी लड़की श्रीलंका में थी, संघमित्रा, वो भी आई और वो भी पूछ रही थी कि बाबा क्या इच्छा क्या है आपकी? अब तो ज़्यादा समय आप नहीं रहेंगे, आपको भी पता है, हमें भी पता है, फिर भी 8 दिन हो गए आप प्राण नहीं छोड़ रहे। तो उन्होंने कहा कि देखो, मेरे वारिस संभालने के लिए कौन आगे आएंगे उसके राह देख रहा हूँ। कौन सी वारिस? आपका लड़का तो आपका राज गद्दी संभालने के लिए आए। हाँ, मेरा जो राज गद्दी है उसके लिए उत्तराधिकारी है मुझे, मगर मेरे धर्म है ना, मैं आज तक जिसकी पालन पोषण किया हूँ, आध्यात्मिक जो वारिस है उसको आगे लेने के लिए कोई नहीं आ रहे हैं। तो लड़की पूछी क्या करना चाहिए पापा, बाबा क्या करना चाहिए? तो सम्राट अशोक ने कहा, मेरा ये आध्यात्मिक धार्मिक वारसा जो है, इसको देश विदेशों में लेके जाने वाला कोई उत्तराधिकारी मुझे चाहिए। तो बोली कि बाबा, मुझे आप यदि परमिशन देते हैं, सम्मति देते तो मैं जाऊंगी। तो बेटी तुम कैसे जाओगी? आप तो श्रीलंका के हैं, आपका ब्याह हमने विवाह तो श्रीलंका के राजा के साथ करवा के दिया है, तो अधिकार तो उनका है आपको छोड़ना कि नहीं छोड़ना। तो बोले कि वो जिम्मेदारी मेरी, मैं लूँगी उनसे। उनके साथ आए थे घर वाले, उनको कह दी कि मैं अभी आपका घर छोड़ना चाहती हूँ, मेरा पिताश्री की जो अपेक्षा है, उनकी जो ज्ञान का या धर्म का वारिस जो है उसको आगे लेके जाना चाहते हैं। तो जैसे ही संघमित्रा ने वचन दी पिताश्री को, पिताश्री ने प्राण छोड़ दिया।
फिर हो गया ये अंतिम विधि वगैरह सब हो गए। होने के बाद ये शुरू हो गया कि इच्छा क्या क्या है वो सुन लिया था। जापान में जाना है, इंडोनेशिया में जाना है, प्रदेशों में जाके हमारे गुरु जी का जो फिलॉसफी है उसको आप प्रचार प्रसार करना। फिर लवा जमा लेके गई, जापान पहुंची तो उसके मंत्री लोग थे, पीए भी थे, सबको ले जाके पहुंचे। वहाँ पर उनके उपन्यास का आयोजन भी किया। बहुत भीड़ जुटी उधर। भीड़ जुटने के बाद 2-3 दिन उपन्यास देने के बाद पूछी उनकी जो आप्त सचिव था उनसे, कैसा लगा? भीड़ जुट रहे, पिताश्री का मनोकामना तो पूरी हो रही है ना? तो वो जो था बहुत कड़वा आदमी था। उन्होंने कहा, रानी साहिबा ये लोग जो आए हैं ये आपके उपन्यास सुनने के लिए नहीं, आपके सुंदर रूप देखने के लिए आए हैं। तो इसको इतना बुरा लगा, तुरंत उन्होंने कहीं दवाएं मंगवा ली और अपना चेहरा विद्रूप कर ली। संघमित्रा विद्रूप कर ली। विद्रूप करके फिर दूसरे दिन उपन्यास के लिए गई तो पहले दिन से भी ज़्यादा लोग आए, उसके दूसरे दिन उससे भी ज़्यादा लोग आए, लोग बढ़ते चले गए। फिर वो मंत्री या उसका जो आप्त सचिव था उन्होंने कहा, रानी साहिबा अब जो लोग आ रहे हैं आपके विचार सुनने के लिए आ रहे हैं, आपको देखने के लिए नहीं। तो मुझे यही कहना था कि ये ज्ञान परंपरा है, इसको आगे लेके जाना बहुत कठिन काम होता है। इस घर में हम देखते हैं इधर उधर ज्ञान संपदा में कहीं जगह बसते हैं ना, उस जगह पे यहाँ के लोग रह रहे हैं। हमारे घरों में हमारी ज्ञान संपदा को एक कोने में भी कहीं जगह नहीं होती है। बहुत कम लोगों में, सबका मैं बात नहीं कर रहा हूँ, बहुत बड़े बड़े लोगों के घर में। मैं अभी मुंबई दिल्ली जाता हूँ तो वहाँ तो ऐसा हुआ है कि जिस रैक्स में पहले किताब हुआ करते थे अब वहाँ पर बॉटल हुआ करते हैं। कौन सी बॉटल ये नहीं बताऊँगा मैं, मगर मैंने देखा है उनको, क्योंकि उनके पिताश्री को किताबों में आनंद आता था, वही रस वो ज्ञान रस पीते थे। अब हमें उनके वारिसदार हैं, हमें जो अच्छा लगता है वो हम उसमें रखने लगे। तो मुझे बहुत खुशी हुई। पिछले बार हम आए थे जब यहाँ पर फ्लड आया था तब आया, तो मैं बाहर आके बाहर से ही चले गए थे। इस बार अंदर आने की अवसर मिला क्योंकि माँ जी को देखना था, उनके पैर ठीक नहीं थे। फिर उन्होंने अपने पैर ठीक नहीं होते हुए भी मनुस्मृति की 2 बड़े बड़े खंडों का अनुवाद किया है मलयालम में, वो भी देखना था क्योंकि मुरली जी ने मुझे बताया था कि ऐसा, और अजयन जी ने भी बताया था। बहुत इतने बड़े बड़े 2 खंडों के अनुवाद किया है कि पागल लोग कैसे होते हैं, किसी को किस चीज़ का पागलपना होता है, किसी को किस चीज़ का पागलपना होता है। वो तो कह रहे थे कि हमें एक किताब छोड़ के और दूसरे किसी में हमारे मन नहीं लगता है। हमें हमारी बीमारी का भी, उनको उनके पैर की जो गैंग्रीन या इसको जो जख्म कहते हैं उससे भी ज़्यादा चिंता उनको उनके ज्ञान की है। भगवान ने जितना समय दिया है वो पूरा समय हम हमारे ज्ञान के लिए खर्चा कर रहे हैं। तो क्योंकि आयुष्य क्षण एकोपि न तुल्य स्वर्ण कोटि भी है। अरे कोटि स्वर्ण मुद्राएं देंगे तो भी एक क्षण हम खरीद नहीं सकते, मगर उसका सदुपयोग करना हमारे हाथ में तो ज़रूर होता है। तो ये देख के मैं गदगदित हुआ, मुझे बहुत अच्छा लगा कि क्या ज्ञान संपदा होती है, इसको पढ़ना कैसा चाहिए। मैंने सुना था हमारे देश में एक व्यक्ति मध्य प्रदेश में हो के गई, उनके घर में 9 लाख ग्रंथ थे, 9 लाख। और मैं ये भी उसके जीवन में पढ़ा था कि वो जब माता पिताओं के साथ जो गांव में यात्रा होती थी, यात्रा में जाता था तो बाकी बच्चे उनके साथ वाले मिठाई खाने के लिए तरसते थे, मगर ये लड़का जितना पैसे मिलते थे उतना माँ बाप से लेके वो किताब खरीद करके घर आता था। और उसका पढ़ाई का स्पीड कितना था मालूम है?
एक पेज 1.5 मिनट में 500 शब्द पढ़ता था। 1.5 मिनट में 500, करीब करीब एक पेज में 350 से लेकर 400 500 शब्द भी होते और 1.5 मिनट में पढ़ता था। इतना ही नहीं है, उन्होंने अपने जीवन में 1500 किताब उनको मुखोद्गत थे, 1500। और जितने भी ग्रंथ उनके घर में थे ना, हर ग्रंथ में कुछ न कुछ लिखा हुआ था पेज पे। ये वेरी इंपॉर्टेंट लिखा है, इसको इंपॉर्टेंट लिखा है, किसी को कुछ सिग्मार्क किया है, किसी को कुछ किया है, या किसी का टिप्पणी बना के रखा है। तो मैंने उसके बारे में पढ़ा कि वो लेखक का पढ़ने की तरीका क्या है, ये भी लिखा है उन्होंने। उसका चित्र देखना चाहिए, चित्र देखने के बाद लेखक कौन है उसके बारे में 4 शब्द, जो लेखक है उसके बारे में लिखने वाला कितना बड़ा आदमी है उसके बारे में पढ़ना चाहिए, बैक पेज पे जाके पढ़ना चाहिए, फिर उसका इंडेक्स देखना चाहिए, फिर आप जो विषय आपको अच्छा लगे वहाँ से लेकर पढ़ते पढ़ते जाना चाहिए। तो मुझे कैसा पढ़ना तब पता चला। ऐसे होते तो ये एक आदर्श, मुझे सुबह ही हमारे राकेश जी कह रहे थे कि उनके पिताश्री ये मलयालम के एक बहुत बड़ा कवि थे, तो वो किताब पूरा वो उनके पिताश्री के नाम से जो बनी लाइब्रेरी है, वो लाइब्रेरी में सबके लिए रख रहे हैं। तो यहाँ आते तो वही वारिस चलाने के लिए वेद प्रकाश जी हो, माता जी हो, या उनके आने वाले पीढ़ी भी हो, इसके लिए जो व्यतीत कर रहे हैं अपने जीवन का मौलिक समय, तब ही ये समाज ठीक तरह से चल सकते। कि देखिए लिखने वालों को इतने बहुत सारे किताबों को पढ़ना देखना इतना ही नहीं है, फिर उसको रक्तगत करना, उसमें से स्वयं चिंतन करके फिर वो चिंतन को उतारना। फिर पढ़ने वाली जो पीढ़ी है अनायासी, जैसे कि किसान सब मेहनत करके फसल उगाता है, बारिश में, ठंड में, धूप में मेहनत करके वो उगाता है, तो हम खाने वाले तो डायरेक्ट खाते हैं लाके। उसी में तो कई कई तो ऐसा है कि अब घर में बनाना भी नहीं पड़ता है और रेडीमेड ही आता है। वैसे इनको देखने से मुझे लगा कि ये बहुत मेहनत करके इसमें किसानी व्यवसाय किए है, खेती की है ज्ञान की, फिर हम तो पढ़ने वाले डायरेक्ट ही उसको आस्वाद लेते हैं, इसका आस्वाद लेते हैं। तो मुझे बहुत खुशी हुई यहाँ लेके आने के लिए मुरली जी को और अजयन जी को और मेरे राकेश जी को मैं बहुत बहुत धन्यवाद देता हूँ, और वेद प्रकाश जी को, आदरणीय माताश्री को मैं बहुत बहुत कृतज्ञ रहूँगा आपके लिए। आप हमारी इस देश की मिट्टी के लिए इतना मेहनत कृषि कर रहे हैं, आप ज्ञान क्षेत्र में आप कृषि कर रहे हैं, आपका कृषि का जो फसल है हम आराम से खाएंगे। तो बहुत बहुत धन्यवाद वेद प्रकाश जी। मैं सभी समाज की ओर से आपको कृतज्ञता व्यक्त करता हूँ। इतना आपने, कई जगह तो मैं लाइब्रेरी देखता हूँ घरों में, इतना धूल पड़ा रहता है किताबों पे, वो किताब क्या किस स्थिति में रहते, मगर आप यहाँ ये सब अपने को जगह कम पड़ने दो, मगर किताबों के लिए एकदम हाई फाई 5 स्टार जैसे उनको रखा है। आप सादा रूम में रहते हो और किताबों को 5 स्टार में रखे, जैसे 5 स्टार जैसे रखे हो। इसलिए हम सीखेंगे भी आपसे और औरों को बताएंगे, वो भी इस तरह अपनी ज्ञान संपदा को सुरक्षित रखें। बहुत खुशी हुई, धन्यवाद आपको। हरिनारायण जी, हरि गोविंद जी, हरिनारायण है, हरि गोविंद जी।
हाँ, कोई इसकी जरूरत नहीं है। ये बंद कर दीजिए। അത് ഓഫാണ്. और इस ज्ञान परंपरा को गुरु शिष्य परंपरा के रूप में आगे भी लेके जा रहे हैं। ജടാകലാപവുമിന്ദുഗം ഗഭുജം ഗവും പിംഗ ജടാകലാപവുമിന്ദുഗം ഗഭുജം ഗവും നെടില തടസ്തുട ചടുല ശിഖിഗണ ജാലവും സുഖപോലവും ശംഭോ ഈശ്വര കുണ്ടലങ്ങളും അണ്ടജാവലിഹാരവും ഖഡ്ഗപരശുകുരംഗശൂല കപാല ചാരുഭുജങ്ങളും ചന്ദ്രമൗലേ ശംഭോ കലാപമായ കടീതളം തരളഭണമണിരണിത ഗോപുര ചരണയുഗണ വിലാസവും തരളഭണമണിരണിത ഗോപുര ചരണയുഗണ വിലാസവും ചന്ദ്രമൗലേ ചന്ദ്രമൗലേ ശംഭോ അഗ്രിരാജകുമാരിയും ഗണനാഥനും ഗണയൂരവും താരകാരിയും അമരമുനികളും അഖിലമിക അവലോകയേ താരകാ
ചന്ദ്രമൗലേ ശംഭോ 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 ചന്ദ്രമൗലേ ശിവ ശംഭോ ഹര ഹര ശിവ ശംഭോ ശങ്കര വിശ്വമൂർത്തേ ശിവ ശിവ ശരണത്വം ശൈശവം കുണ്ടിതാരും ഹിമഗിരി സുതയെന്നും ഞങ്ങളറിഞ്ഞില്ല അമ്മേ സുതയെന്നും ഞങ്ങളറിഞ്ഞില്ല ദേവി മമ കൃതമപരാധം സർവമേധ ക്ഷമസ്വ ചന്ദ്രമൗലേ ശിവ ശിവ ചന്ദ്രമൗലേ ഹര ഹര ചന്ദ്രമൗലേ ശിവ ശിവ ചന്ദ്രമൗലേ ഹര ഹര കൈലാസപതേ ശംഭോ ഗൗരീപദേ ശംഭോ ചന്ദ്രമൗലേ പ്രണാമം was a traditional Shiva study in Sobhana style. And next day I am trying to sing my own lyrics. We are having two types of people. We are having lot of big people and we are having very less great people on earth. What is the big difference between big people and great people? It is very hard to understand the difference between big people and great people. My poem is on that. വലിയോന്റെ നാടല്ല മോഹം അറിവാണലങ്കാരമെന്നോർത്തു വാഴുന്ന മഹനീയ ജന്മങ്ങൾ വേണം. വലിയോന്റെ നാടല്ല മോഹം. വലിയോന്റെ നാടല്ല മോഹം. അറിവാണലങ്കാരമെന്നോർത്തു വാഴുന്ന മഹനീയ ജന്മങ്ങൾ വേണം. വലിയോന്റെ നാടല്ല മോഹം. ഉള്ളവരില്ലാത്തവർ എന്നു രണ്ടല്ല ഉണ്മയുള്ളോരുടെ ഭാഷ്യം. ഉള്ളവരില്ലാത്തവർ എന്നു രണ്ടല്ല ഉണ്മയുള്ളോരുടെ ഭാഷ്യം. ഉണ്ടായിരിക്കെയും വേണ്ടാത്തവരായിട്ടുണ്ടാവണം ചിലർ നമ്മിൽ. ഉണ്ടാവണം പലർ നമ്മിൽ. ഉണ്ടായിരിക്കെയും വേണ്ടാത്തവരായിട്ടുണ്ടാവണം ചിലർ നമ്മിൽ. ഉണ്ടാവണം പലർ നമ്മിൽ.
വലിയോന്റെ നാളല്ല മോഹം. സ്ഥാനമാനങ്ങൾ പുരസ്കാരമൊന്നുമേ സായുജ്യമാവരുതാർക്കും. സ്ഥാനമാനങ്ങൾ പുരസ്കാരമൊന്നുമേ സായുജ്യമാവരുതാർക്കും. സർഗവ്യാപാരമൊക്കെയും മാത്സര്യമില്ലാത്ത മാനുഷ ഭാവങ്ങൾ തീർക്കും. അന്നും മണ്ണേ വിളയിക്കും മാനവരാണെന്റെ ദൈവങ്ങളെന്നു നാം പാടും. അന്നു മണ്ണേ വിളയിക്കും മാനവരാണെന്റെ ദൈവങ്ങളെന്നു നാം പാടും. മന്ത്രിയായാലും തന്ത്രിയായാലും മൗലവിയാവട്ടെ മാർപ്പാപ്പയാവട്ടെ ആരായിരുന്നാലും വിശക്കുമ്പോൾ അന്നം തന്നെ വേണം. അതുകൊണ്ട് അന്നം ബ്രഹ്മ എന്ന തത്വത്തെ മറന്നുകൊണ്ട് കൃഷിക്കാരനാണെന്ന് പറഞ്ഞാൽ പെണ്ണ് പോലും കിട്ടാത്തൊരു നാടാണ് കേരളം. കേരളം അനുഭവിക്കുന്ന അടുത്ത ദുരന്തം എന്താണെന്ന് നാം കാണാനിരിക്കുന്നതേ ഉള്ളൂ. 25,000-ഓളം ചെറുപ്പക്കാരാണ് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ചേരുന്ന സ്റ്റാറ്റസ് ഉള്ള ജോലിയില്ല എന്ന പേരിൽ പെണ്ണ് കിട്ടാതെ 35 വയസ്സ് കഴിഞ്ഞ് കേരളത്തിൽ കാത്തിരിക്കുന്നത്. 25,000-ൽ പരം ചെറുപ്പക്കാരാണ്. എന്താണ് ഈ സമൂഹത്തിൻ്റെ ഭാവി? ജാതി, ജാതകം, ജോലി, ഇതൊക്കെയാണ്. അന്നും മണ്ണേ വിളയിക്കും മാനവരാണെന്റെ ദൈവങ്ങളെന്നു നാം പാടും. വലിയോന്റെ നാടല്ല മോഹം. കാര്യസാധ്യത്തിൻ്റെ കള്ളവിനയങ്ങൾ അല്ലെന്റെ ഗീതങ്ങളൊന്നും. കാര്യസാധ്യത്തിൻ്റെ കള്ളവിനയങ്ങളല്ലെന്റെ ഗീതങ്ങളൊന്നും. ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായ നിത്യനാദം നമ്മൾ കേൾക്കും. ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായ നിത്യനാദം നമ്മൾ കേൾക്കും. സ്വയം സത്യമാണോ എന്നതോർക്കും. ചിരം ശക്തരായി ശാന്തരായി പാടും. ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായ നിത്യനാദം നമ്മൾ കേൾക്കും. സ്വയം സത്യമാണോ എന്നതോർക്കും. ചിരം ശക്തരായി ശാന്തരായി പാടും. ചിരം ശക്തരായി ശാന്തരായി പാടും. ചിരം ശക്തരായി ശാന്തരായി പാടും. ഇനി സമയം കഴിഞ്ഞാൽ എന്നോട് പറയണേ. ആ ആ ഓ हाँ अभी वापस जा रहा है शाम जी गाँव को हो एर्नाकुलम जाना. हाँ एर्नाकुलम. मैं उधर आऊँगा आना चाहिए तो 2-3 महीने के अंदर. बिल्कुल.
आपको याद है ना गोविंदाचार्य का जो बर्थडे को वो पत्र हेलो पंगज नगजापधर तनूज विभोजय अगजामुग पंगज भवनोजय नगजापधर तनूज विभोजय सुगजानन सुर वंदित पदयुग सुगजानो मम जनक विनायक अखिलाधार कृपा जल जय निखिलाधिमय महाजन पूजित अखिलाधार
കൃപാജലദേ ജയ നിഖിലാധിമയ മഹാജനപൂജിത സകല അനുഗ്രഹകരണൈശാകര സകലാഭരണഗണാധിപതേ ജയ നളിനാസനമുഖ നളിനങ്ങളിലൊരു കളി തേടിയിടിന കളഹം സീജയ നളിനായതദള നയനേ ജയ നവ നളിന മനോഹര വദനേ ജയ ജയ വേളുവെള്ള വിലസിന ചന്ദ്രിക തന്നോടു ഒളിമ കലർന്നു വിളങ്ങിന ദേവി തെളിവൊടുവന്നിഹ മമനാവിന്മേൽ വിളയാടിയിടുക വാഗീശ്വരി ജയ അമ്മേ തെളിവൊടുവന്നിഹ മമനാവിന്മേൽ വിളയാടിയിടുക വാഗീശ്വരി ജയ അമ്മേ അമ്മേ തെളിവൊടുവന്നിഹ മമനാവിന്മേൽ വിളയാടിയിടുക വാഗീശ്വരി ജയ അമ്മേ അമ്മേ സോപാന സംഗീതം ഈ പത്തനംതിട്ടക്കാർക്ക് സോപാന സംഗീതം അത്ര ഒരു പുതിയ സംഗതി ആയിരിക്കില്ല. സോപാന സംഗീതം എന്ന് പറയുന്നത് എന്തിനാണ് ചന്ദനം തൊടുന്നത്, എന്തിനാണ് പൂ വയ്ക്കുന്നത് ചെവിയിൽ, എന്തിനാണ് ഏത്തമിടുന്നത്, എന്തിനാണ് തീർത്ഥം കഴിക്കുന്നത്, എന്തിനാണ് നമസ്കരിക്കുന്നത്, ഇതൊക്കെ ചെയ്യണമെന്ന് നമ്മളോട് കാലങ്ങളായിട്ട് പറയുന്നുണ്ട്. ബട്ട് നമ്മൾ എന്തിനിത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ആരും നമുക്ക് ഇതുവരെയും പറഞ്ഞു തന്നായിട്ട് കാണുന്നില്ല. ധാരാളം ഗ്രന്ഥങ്ങൾ ഇതൊക്കെ ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കരാഗ്രേ വസതി ലക്ഷ്മി എന്ന് പറഞ്ഞ് കയ്യിലേക്ക് നോക്കി പറയണം. അങ്ങനെ പറയുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ ഐബോൾസിൻ്റെ ആദ്യത്തെ ചലനങ്ങളെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ പറയുന്നത്. അല്ലാതെ വെറുതെ ഇത് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്നൊരു ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും എന്തുകൊണ്ട് ഭൂമിയെ വന്ദിച്ച് എഴുന്നേൽക്കണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്, പ്രദക്ഷിണം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും എന്തിനാണ് എന്നൊരു സ്ഥലത്തും ഒരമ്പലത്തിലും എഴുതി വെച്ചിട്ടുമില്ല, ഒരു പുസ്തകത്തിലും കാണുന്നുമില്ല. അപ്പോൾ വഴിപാട് ഇന്ന സ്ഥലത്ത് ഇടണം എന്ന് കൃത്യമായിട്ട് ബോർഡുണ്ടാവും, അത് ഭണ്ണാരത്തിൽ തന്നെ ഇട്ടേക്കണം എന്ന് പറയും. അതല്ലാതെ മനുഷ്യൻ്റെ അറിവുമായി ബന്ധപ്പെട്ട് ഇതിനെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ഷേത്ര പരിസരത്ത് എഴുതി വയ്ക്കുന്നത് വളരെ കുറവാണ്. ഐതിഹ്യങ്ങളും മറ്റുമൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. എന്തിനാണ് തീർത്ഥം കുടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്കറിയണം. അപ്പം ഒരു ഹൈന്ദവ ഭവനത്തിലെ കുട്ടി ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസിയായ കുട്ടി ചോദിക്കുന്നു, നീ എന്തിനാണ് ഈ ചന്ദനം തൊട്ടിരിക്കുന്നത് ചോദിച്ചാൽ അവർക്കൊരു ഉത്തരമില്ല, അവരുടെ രക്ഷിതാവിന് ഉത്തരമില്ല. അതുകൊണ്ട് അങ്ങനെ അവിടെ പോയിരുന്ന ഇതെന്തോ കാലങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു സാധനം തരും നമ്പൂതിരി, അതുകൊണ്ട് തേച്ചിട്ട് വരുന്നു എന്ന് പറയാനേ അവർക്ക് പറ്റുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഉത്തരമൊക്കെ ബാക്കിയുള്ള ആചാര്യന്മാർ കണ്ടെത്തി ആളുകൾക്ക് കൊടുക്കട്ടെ. സോപാന സംഗീതം എന്തിനാണ്? നടയടച്ച് തുറക്കുന്നത് വരെ ഈ വിഗ്രഹം കാണാത്ത ഇടവേളയിൽ വിഗ്രഹത്തെ കാണുന്ന അതേ അനുഭൂതി പാട്ടുകൊണ്ട് നൽകുക എന്നതാണ് സോപാന സംഗീതത്തിൻ്റെ ഇൻറ്റൻഷൻ. അതായത് പ്രസന്ന പൂജ എന്ന് പറയുന്ന നടയടച്ച പൂജയുണ്ട്. അതുവരെ ചെയ്ത പൂജാതികൾ ഈ ക്ഷേത്ര ആരാധനയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. രാവിലെ ഒരു കുട്ടിയെ എഴുന്നേൽപ്പിച്ച് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് സ്കൂളിൽ പറഞ്ഞയക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടികളും ചെയ്ത് പരിപാലിച്ച് അങ്ങനെ വെക്കലാണ് വിഗ്രഹത്തെ. നമ്മളെ സാമാന്യേന പറഞ്ഞാൽ, ഏറ്റവും ചെറിയ രൂപത്തിൽ പറഞ്ഞാൽ ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മൾ ഉഷപൂജ എന്ന് പറയുന്നത്. അവിലും മലരുമാണ് കൊടുക്കുക. നമ്മളൊക്കെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് തിന്നുമ്പോൾ ഭഗവാൻ മാത്രം നല്ലത് കൊടുക്കുകയും നമ്മൾ കണ്ണി കണ്ടൊക്കെ തിന്നുകയും ചെയ്യും. നമ്മളും കൂടി അത് തിന്നാൻ വേണ്ടിയിട്ടുള്ള മാതൃകയായിട്ടാണ് ഈ കാണിക്കുന്നത്. അവരും മലരൊക്കെ മനുഷ്യനെ തിന്നുന്നത് നല്ലത് രാവിലെ, ദഹനത്തിനും പ്രക്രിയയൊക്കെ നന്നാവാൻ.
അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഈ തീർത്ഥം കുടിക്കുന്നു. തീർത്ഥം എന്ന് വെച്ചാൽ ചിലരൊക്കെ ആക്രാന്തം പിടിച്ചിട്ടൊരു ഗ്ലാസ്സൊക്കെ കിട്ടിയൊക്കെ എടുത്ത് കുടിക്കും. 2-3 തവണയൊക്കെ കൈ കാണിക്കുന്നത്. അത് ആകെ 2-3 സ്പൂൺ കുടിക്കാനേ പാടുള്ളൂ. അതല്ലെങ്കിൽ ഇൻഡൈജഷൻ ഉണ്ടാവും. ഡൈജഷൻ ക്രമീകരിക്കുന്നതിനുള്ള ഒരു ലിക്വിഡാണ് സത്യത്തിൽ ഈ തീർത്ഥം. അത് വെറുതെ പച്ചവെള്ളം നമ്പൂതിരി മുക്കിയിട്ട് തന്നാൽ നമ്മൾ കുടിക്കും, വലിയ പവിത്രമായിട്ട് കുടിക്കും. ശരിക്കും തീർത്ഥം നിർമ്മിക്കുന്നത് എങ്ങനെ എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ സോപാന സംഗീതം വിഗ്രഹത്തെ കണ്ടുകൊണ്ടിരുന്ന അത്രയും സമയത്ത് ഭക്തജനങ്ങൾ ഇടയ്ക്ക് വെച്ച് പ്രസന്ന പൂജയ്ക്ക് നടയടയ്ക്കുന്ന സമയത്ത് നട തുറക്കുന്നത് വരെയുള്ള ചെറിയ ഇടവേളയിൽ, വിഗ്രഹം കാണാത്ത ഇടവേളയിൽ ഈ പറയുന്ന ഗായകൻ്റെ ആലാപനം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം കൊണ്ട് ഈശ്വരനെ അനുഭവിപ്പിക്കുക, വിഗ്രഹം കാണുന്ന അതേ അനുഭൂതി നൽകുക എന്നതാണ് അത് ഈ ആചാര്യന്മാർ ഇങ്ങനെ ഒരു പാട്ടുകാരനെ അവിടെ അപ്പോയിൻ്റ് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ വർത്തമാനം അമ്പലനടയിൽ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പല ഭാഗത്തേക്കും പോകാനുള്ളൊരു സാധ്യതയുണ്ട്. സുരേഷ് ഗോപി സാർ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധ അങ്ങോട്ട് പോകണ്ടില്ലേ? എന്തൊരു ശ്രദ്ധയാണ്. സുരേഷ് ഗോപി എന്ന് കേട്ടപ്പോഴേക്കും ഹരിഗോവിന്ദനൊന്നും അല്ലാണ്ടായി. ഇത്രയേ ഉള്ളൂ. ഇതാണ് പറഞ്ഞത്, ക്ഷേത്രനടയിൽ സരിതാ നായർ വരുന്നു എന്ന് കേട്ട് ആക്രാന്തം പിടിച്ച് ഓട്ടോഗ്രാഫിന് പോയ പെണ്ണുങ്ങളുണ്ട് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തെ നേരത്തെ കൂട്ടി ആചാര്യന്മാർ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ ശ്രദ്ധയെ ഈ ഈശ്വരബോധത്തിൽ തന്നെ ആ ക്ഷേത്ര പരിസരത്ത് പോകുന്നവരെയെങ്കിലും ഈശ്വരബോധത്തിൽ തന്നെ നിലനിർത്താൻ, നടയടച്ചാൽ ഉടനെ വിഗ്രഹം കാണാത്ത സമയത്ത് നമ്മുടെ ഈ ശ്രദ്ധ മാറുമെന്നുള്ളത് കൊണ്ട് ഉടനെ തന്നെ എല്ലാവരെയും അതേ ബോധത്തിൽ നിലനിർത്താൻ നടയടച്ചാൽ ഉടനെ പാട്ട് തുടങ്ങണം. അതിനിങ്ങനെ ഇടയ്ക്കയിൽ ഇങ്ങനെ ശ്രുതി പിടിച്ച് അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഞാൻ ഏത് റേഞ്ചിലാണ് പാടുന്നത്. ഈ ഒരു ശ്രുതി കിട്ടാനാണ് ഇത് വായിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പാടിക്കോളാം. അവിടെ എന്താണോ പ്രതിഷ്ഠയെ സ്തുതിച്ചുകൊണ്ട് പാടുക എന്നുള്ളതാണ് സങ്കല്പം. ചിലപ്പോൾ ദേവിയാവും, ദേവനായിരിക്കും, അയ്യപ്പനോ ഗണപതി ആരാന്ന് വെച്ചാൽ അവരെ സ്തുതിച്ച് പാടുക. ഈ പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് അത്ര നേരം വിഗ്രഹം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്താ അനുഭൂതിയാണോ ഉണ്ടായിരുന്നത് അതേ അനുഭൂതി അപ്പോഴും അവർക്ക് ലഭിക്കണം. ഏറ്റവും ഒരു നോൺ ബ്രേക്കിംഗ് ആയിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ടുകാരൻ. നട തുറന്നാൽ അപ്പം തന്നെ നൃത്തം വേണം. ഇതാണ് നിയമം. ഇറ്റ് ഈസ് എ ടൈം ഫില്ലിംഗ് മ്യൂസിക്. അതൊരു വെറുതെ ഒരു സമയപൂരണ സംഗീതമാണ്. വാസ്തവത്തിൽ ഭഗവാനെ ഉണർത്താനല്ലേ, ഭഗവാനെ ഉറക്കാനല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. ഭഗവാനെ ആർക്കെങ്കിലും ഉണർത്താനൊക്കെ പറ്റും? ഇങ്ങൊരു നമ്മളെപ്പോലത്തെ മനുഷ്യനാണ് അതിങ്ങനെ കിടന്ന് ഉറങ്ങാനും പിന്നെ എണീക്കെങ്ങായി എന്നിട്ട് രാവിലെ പിടിച്ച് എണീപ്പിക്കാനൊക്കെ. അതിനൊന്നുമല്ല. നമ്മൾക്ക് ഇത്തരത്തിലുള്ള അനുഭൂതി ഉണ്ട്. ഇങ്ങനെ വളരെ ദുർവ്യാഖ്യാനങ്ങളുണ്ടായി ഈ സംഗീതശാഖ അങ്ങനെ നശിച്ച് നാറാണക്കല്ലായി. ഞാൻ ഈ രംഗത്ത് വരുമ്പോൾ ആകെ 10-75 മനുഷ്യർ തികച്ചുണ്ടായിരുന്നില്ല. വീണ്ടും ഇതിൻ്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ കുറേ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവസാനം ഇടയ്ക്കും തൂക്കി നടക്കുന്നവർക്ക് ഒരു നിലയും വിലയൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ ഇടയ്ക്കക്കാരനെ കണ്ടാലും സെൽഫി എടുക്കാം എന്ന് പ്രസന്നകുമാറായിട്ടിന് തോന്നി തുടങ്ങി. ഒരു 30 കൊല്ലം മുമ്പാണെങ്കിൽ ഇടയ്ക്കക്കാരൻ അങ്ങനെ കുറേ നേരെ അമ്പലത്തിൽ കിടന്ന് കാറുന്നു എന്ന് പറഞ്ഞ് പോയിരുന്ന ആളുകളാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ചല്ല എൻ്റെ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം ആശാ സുരേഷ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ട്. കാരണം എന്താണ്, അദ്ദേഹം ഇടയ്ക്ക് കൊട്ടി പാടുന്നത് കൊണ്ടാണ്. ആ കുട്ടി ഇത്തവണത്തെ ഞരളത്ത് പുരസ്കാരം ആ കുട്ടിക്കാണ്. ഞാനാണ് അവളുടെ ആദ്യത്തെ കാലത്തെ വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ചിരുന്നത്. സാധാരണ ഒരു കലാരംഗത്തുള്ളൊരു ആ കലാരംഗത്തെ വേറെ എല്ലാവരും ചവിട്ടിത്താഴ്ത്താനേ നോക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ പുതിയ പണി ഇപ്പോൾ അതാണ്. ഇവരൊക്കെ ഇങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക, ഈ കലയ്ക്ക് നിലയും വിലയും ഉണ്ടാക്കുക എന്നതായിരുന്നു രംഗത്ത് വന്നതിൻ്റെ ലക്ഷ്യം. അതായത് ഡോക്ടർക്കും എഞ്ചിനീയർക്കും കൈക്കൂലി വാങ്ങുന്ന വില്ലേജ് ഓഫീസർക്കും വരെ ഇവിടെ ഭയങ്കര മാർക്കറ്റാണ് മനുഷ്യൻ്റെ ഇടയിൽ. പക്ഷേ കലാകാരനാണെന്ന് കേട്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണ് കിട്ടില്ല, കർഷകനാണെന്ന് കേട്ടാൽ പെണ്ണ് കിട്ടില്ല, പൂജാരി എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടില്ല. കാരണം ഇതൊന്നും കൊള്ളാവുന്ന ഒരു പ്രൊഫഷനാണെന്ന് ഈ സമൂഹം അംഗീകരിക്കുന്നതിന്, ആ സമൂഹത്തെ പ്രാപ്തമാക്കുന്നതിൽ ഭരണകൂടവും അല്ലെങ്കിൽ നമ്മുടെ ഗുരു ആചാര്യന്മാരും ഒക്കെ പരാജയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്കൊരു സിനിമാ നടൻ വരുമ്പോൾ ഉണ്ടാവുന്ന അതേ എന്താ പറയുക ഉത്സാഹവും കൗതുകവും കേരളത്തിലെ ഒരു കഥകളിക്കാരനെ കാണുമ്പോഴും ഒരു കർഷകരെ കാണുമ്പോഴും ഒരു ആചാര്യനെ കാണുമ്പോഴും ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സോപാന സംഗീതത്തിനെ പ്രചരിപ്പിക്കാൻ എന്തിനാണതെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഗീതഗോവിന്ദത്തിലെ കൃഷ്ണൻ രാധയുടെ പാദങ്ങളിലേക്ക് നമസ്കരിക്കുന്ന രംഗമുണ്ട്. ലോകത്തിലൊരു പ്രണയ ഗാഥയിലും ഒരു കാമുകൻ കാമുകിയുടെ പാദത്തിലേക്ക് നമസ്കരിക്കുക കാണുക വയ്യ. അപ്പോൾ ജയദേവ് കവി അങ്ങനെ ഒരു രംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. രാധ പിണങ്ങിയിരിക്കുന്നു, മറ്റ് ഗോപികമാരോടൊപ്പം കൃഷ്ണൻ ഇങ്ങനെ കളിയാടുമ്പോൾ പിണങ്ങി ഒരു വള്ളിക്കുടിൽ മാറിയിരിക്കുന്നതാണ് ആ സമയത്ത്. അപ്പോൾ അതിന് മലയാള കവിതയിലെ മറ്റ് ചില രാധാകൃഷ്ണ പ്രണയ ഗീതത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ഈ പാട്ടിന് ശേഷം പറയാം. അപ്പോൾ മലയാള കവിതയുമായി ബന്ധപ്പെടുത്തി അതിലേക്ക് വന്ന് നമുക്ക് തിരിച്ചു പോവാം. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലോ
അല്ലേ സഖീ, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ആ ആ ആ സഫലമീ യാത്ര, മുഞ്ചമയിമാനം അനിദാനം പ്രിയേ, മുഞ്ചമയിമാനം അനിദാനം പ്രിയേ, ത്വമസി മമ ഭൂഷണം, ത്വമസി മമ ജീവനം, ത്വമസി മമ ഭൂഷണം, ത്വമസി മമ ജീവനം, ത്വമസി മമ ഭവജലധി രത്നം, നീലനളിനാഭമപി തന്വിതവലോചനം, നീലനളിനാഭമപി തന്വിതവലോചനം, ധാരയതു കോഗനദരൂപം പ്രിയേ, കുഞ്ചമയിമാനം അനിദാനം, അടരുവാൻ വയ്യാ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേതു സ്വർഗം വിളിച്ചാലും, അടരുവാൻ വയ്യാ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേതു സ്വർഗം വിളിച്ചാലും, ഉരുകി നിന്നാത്മാവിൻ ആഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം നിന്നിൽ അലിയുന്നതേ നിത്യസത്യം. ഉരുകി നിന്നാത്മാവിൻ ആഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം നിന്നിൽ അലിയുന്നതേ നിത്യസത്യം. മുഞ്ചമയിമാനം അനിദാനം പ്രിയേ 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 സ്മരകരളദണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദപല്ലവമുദാരം ജ്വലതി മയിദാരുണോ മദന കദനാനലോ ജ്വലതി മയിദാരുണോ മദന കദനാനലോ ഹരതു തതുപഹിത വികാരം പ്രിയേ മുഞ്ചമഹിമാനം അനിദാനം
അജമയി മാനം അനിദാനം പ്രിയേ 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 ചാരുശീലേ പ്രിയരാധേ 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 പ്രിയേ. ഇനിയും ഒരു ദിനം മുഴുവൻ നമുക്കിത് കേൾക്കാനുള്ള ഒരു ദിവസം ഉണ്ടായി വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ശിവസങ്കല്പത്തിലേക്ക്. ഗുരുകുലത്തിൻ്റെ ഒരു രീതി ഇതാണല്ലോ, അറിയാമല്ലോ, നമുക്കറിയാം ഒത്തിരി സമയം. പക്ഷേ അദ്ദേഹം ഇന്ന് ഒത്തിരി ക്ഷീണിതനായിരുന്നു. അന്നേരം ഞാൻ സത്യത്തിൽ 5 മണിക്ക് വിളിക്കാൻ പറഞ്ഞപ്പോഴും 2 പ്രാവശ്യം ഞാൻ ചെന്ന് നോക്കിയപ്പോഴും നല്ലോണം ഉറങ്ങുക. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉറങ്ങുക ഒരാളിനെ വിളിക്കണ്ട എന്ന് വിചാരിച്ചു. വലിയ സന്തോഷം നമുക്ക്. അതെ 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 സാധിച്ചു. അന്നേരം അത് വലിയ കാര്യമാട്ടെ. വേണ്ട, അത് അവിടെ ചെയ്തോളൂ. ശ്രീകുമാറേട്ടാ. ഓം സ്തുതാമയാ വരദാ വേദമാതാ പ്രചോദയന്താം പാവമാനീ ദ്വിജാനാം ആയു പ്രാണം പ്രജാം പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം മയ്യം ദത്വാ വ്രജത ബ്രഹ്മലോകം. ഓം യജ്ജാഗ്രതോ ദൂരമുദൈതി ദൈവം തദു സുപ്തസ്യ തഥൈവൈതി ദൂരംഗമം ജ്യോതിഷാം ജ്യോതിരേകം തന്മേ മനഃശിവസങ്കൽപ്പമസ്തു. ഓം ഏന കർമാണ്യപസോ മനീഷിണോ യജ്ഞേ ഗൃണ്വന്തി വിദധേഷു ധീര യദപൂർവം യക്ഷമന്ത പ്രജാനാം തന്മേ മനഃശിവസങ്കൽപ്പമസ്തു. ഓം യത്പ്രജ്ഞാനമുദചേതോസ്രദിശ്ച യജ്ജ്യോതിരന്തരമൃതം പ്രജാസു യസ്മാന്നഹൃദേ കിഞ്ചന കർമ്മ ക്രിയതേ തന്മേ മനഃശിവസങ്കൽപ്പമസ്തു. ഓം യേനേദം ഭൂതം ഭുവനം ഭവിഷ്യത് പരിഗൃഹീതമമൃതേന സർവം യേന യജ്ഞസ്ഥായതേ സപ്തഹോതാ തന്മേ മനഃശിവസങ്കൽപ്പമസ്തു. ഓം യസ്മിൻ ഋജഃ സാമയജുംഷി യസ്മിൻ പ്രതിഷ്ഠിതാരധനാഭാവിവാര യസ്മിൻ ചിത്തം സർവമോദം പ്രജാനാം തന്മേ മനഃശിവസങ്കൽപ്പമസ്തു. ഓം സുഷാരധിരശ്വാനി വയന്മനുഷ്യാന്നീയതേ അഭിശുഭിർവാജിനൈവ ഹിത്പ്രതിഷ്ഠം യജജിരം ജവിഷ്ടം തന്മേ മനഃശിവസങ്കൽപ്പമസ്തു. ഓം ദ്യോ ശാന്തിരന്തരിക്ഷം ശാന്തി പൃഥിവീ ശാന്തിരാപഃ ശാന്തിരോഷധയ ശാന്തി വനസ്പതയ ശാന്തിർവിശ്വേ ദേവാ ശാന്തി ബ്രഹ്മശാന്തി സർവം ശാന്തി ശാന്തിരേവ ശാന്തി സാമാ ശാന്തിരേധി. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. എല്ലാവരും ആഹാരം കൂടെ കഴിഞ്ഞിട്ട് പോകണം. നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് 7:20 ട്രെയിനിനാണ് പോകേണ്ടത്. അന്നേരം അതിനനുസരിച്ച് ഇദ്ദേഹത്തിന്